എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ്. അപ്പൊ എന്റെ മോൾക്ക് ക്യാൻസർ ആണ്. ഞായറാഴ്ച ദിവസം അവളുടെ കല്യാണം. ആ പെൺകുട്ടിക്ക് ക്യാൻസർ ആണ്. വ്യാഴാഴ്ച അറിഞ്ഞ് ഡോക്ടർമാര് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാനത് ഇവിടെ ഈ മജ്‌ലിസിൽ അത് പറഞ്ഞത് അള്ളാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. നമ്മളിവിടെ വരുന്നത് ഈ നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഭാര്യ, മക്കൾ, ഉമ്മ, ഉപ്പ അവരൊന്നും മൂത്രത്തിൽ കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായ എന്താണ് നമ്മുടെ വേദന ആലോചിച്ച് നോക്കും. അപ്പൊ 25-50 ലക്ഷം കൊടുത്താലും ശരി, ലാ യർദുൽ ഖലാ ഇല്ല ദുആ, ദുആ കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്ത ഒന്നുമില്ല. എന്ത് കടിച്ചാലും, എത്ര വിലപിടിപ്പുള്ള മരുന്ന് കടിച്ചാലും ദുആ അത് വല്ലാതെ തട്ടിക്കടിഞ്ഞാൽ ആശിക്കീങ്ങളെ വലിയ ആഫത്തുകളിൽ നിന്ന്, വലിയ വലിയ മാരകങ്ങളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തും എന്നാണ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. അതും അതിൻ്റെതായ ഒരവസ്ഥയിലുള്ളതാകുമ്പോ നോക്കൂ നിങ്ങള്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു സ്ഥലത്തിരുന്ന് അവിടുന്ന് ഇരുന്ന് കണ്ണീരൊടുക്കിയ സ്ഥലത്തുനിന്ന് ഒരു പള്ളി കാണാം. മദീനയിലൊക്കെ പോയവര് ധാരാളം ഇവിടെ ഉണ്ട്. അല്ലാഹു തആല റസൂലുള്ളാഹിന്റെ മുഖം കാണുന്ന മക്കളിലും പെടുത്തി പെരുമാറാവട്ടെ. മദീനയിൽ ചെന്ന നബിത്ത സിദ്ദീഖ് തങ്ങളുടെ പേരിൽ ഒരു പള്ളി കാണാം. മഹത്തുക്കളൊക്കെ പറയുന്നു, ആ പള്ളി നിൽക്കുന്ന സ്ഥലത്തിരുന്ന് വല്ലാതെ കരഞ്ഞു പോയിട്ടുണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരു പ്രാവശ്യം കരയുന്നത് ഉമറുൽ ഫാറൂഖ് തങ്ങൾ കണ്ടു. അവിടുന്ന് പോയി നോക്കി, എന്തിനാണ് എന്റെ സിദ്ദീഖ് ഇങ്ങനെ കരയുന്നത്? അവിടുന്ന് തിരിച്ചു പോന്നു. വീണ്ടും പോയി, അപ്പോഴും കണ്ണീരിൽ തന്നെയാണ്. അവിടുന്ന് പറഞ്ഞു, എന്റെ സിദ്ദീഖേ, റസൂലുള്ളാഹി വഫാത്തായ ഞങ്ങളെ സമാധാനിപ്പിക്കേണ്ടുന്ന, ഞങ്ങളെ അവിടുന്ന് ഞങ്ങൾക്ക് മനക്കരുത്തുണ്ടാക്കി തരേണ്ടുന്ന നിങ്ങൾ ഇങ്ങനെ കരഞ്ഞാലോ? അവിടുന്ന് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഉമറേ, അമ്പിയാക്കളെ മാറ്റിവെച്ചാൽ ഏറ്റവും പവറുള്ള 2 മുത്തുകളുടെ വാക്കുകളാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഉമറേ, ഞാൻ അതൊന്നും ഓർത്തിട്ടല്ല കരയുന്നത്. ഞാന് എന്റെ പൊന്നുമോളുടെ അരികിൽ ചെന്നു, ആയിഷാന്റെ അരികില്. എന്നിട്ട് പറഞ്ഞു, ആയിഷ, വലിയ 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 സ്ഥലങ്ങളിൽ എല്ലാവരുമുണ്ട്, ഫാത്തിമയുണ്ട്, അലിയുണ്ട്, എല്ലാവരുമുണ്ട്. പക്ഷേ വലിയ വലിയ കേന്ദ്രങ്ങളിലേക്ക് ഒരു നിർണായക ഘട്ടത്തിൽ കൊണ്ടുപോകാൻ റസൂലുള്ളാഹി എന്നെയാണ് തെരഞ്ഞെടുക്കാറുള്ളത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയോട് പറയാ. എന്നിട്ട് പറഞ്ഞു, മോളെ ആയിഷ, സൗർ മലയുടെ മുകളിലേക്ക് ആ യാത്രക്ക് വല്ലാത്തൊരു യാത്രയല്ലേ, അന്നും എന്നെയാണ് റസൂലുള്ളാഹി തെരഞ്ഞെടുത്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, മോളെ, എനിക്കൊരാശയുണ്ട്, എനിക്കൊരു വല്ലാത്ത ആശയുണ്ട്. അവിടുന്ന് കിടക്കുന്ന കിടക്കുന്ന കാൽഭാഗത്ത് കാലിന്റെ ചുവട്ടിൽ ഈ ഉപ്പാക്കൊന്ന് കിടക്കാൻ ആശയുണ്ട്. എന്റെ മോള് വിചാരിച്ചാ അതവിടെ നടക്കും. എന്റെ മോള് പറഞ്ഞു, ഉപ്പാ, നിങ്ങളുടെ ആഗ്രഹം അത് തന്നെയാണ് എന്റെയും ആഗ്രഹം. ഉമറേ, ഞാൻ സന്തോഷിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിന്റെ ചുവട്ടിൽ കിടക്കാൻ എന്റെ മോള് ആയിഷയുടെ വീട്ടിലാ കിടക്കുന്നത്. അപ്പൊ മോൾ എന്നോട് പറഞ്ഞു, ഞാൻ അവിടെ കിടക്കുമ്പോൾ എനിക്ക് ഒരു സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. പക്ഷേ ഉമറേ, റസൂലുള്ളാഹിന്റെ അരികിലേക്ക് പോകുമ്പോ ഈ അബൂബക്കർ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കാൻ എന്റെ കയ്യിലില്ലല്ലോ. അവിടുന്ന് പോയതിന് ശേഷം എന്തെങ്കിലും ഒന്ന് കാര്യമായി പറയാൻ എന്റെ കൈവശം ഒന്നുമില്ല. അത് ഓർത്തിട്ട് ഞാൻ കണ്ണീരോട് കണ്ണീര്, കരച്ചിൽ തന്നെയാണ്. അത് ഓർക്കുമ്പോഴൊക്കെ എനിക്ക് കരച്ചിൽ വരികയാണ് ഉമറേ. അവിടുന്ന് പറഞ്ഞു, എന്റെ സിദ്ദീഖേ, യാ സിദ്ദീഖ്, ഈ ഉമറിന്റെ ജീവിതത്തിലെ മുഴുവൻ അമലുകളും ഞാൻ നിങ്ങൾക്ക് നൽകാം. നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ 1 മിനിറ്റ് എനിക്ക് നൽകൂ. നോക്കൂ എന്റെ ആശിക്കീങ്ങളെ, പറയുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് 2 കാര്യം ചോദിച്ചതിന് ഒന്നേ ഞാനിപ്പോ പറയുന്നുള്ളൂ. എന്റെ സിദ്ദീഖേ, എന്റെ എല്ലാ അമലും ഞാൻ നിങ്ങൾക്ക് നൽകാം.
നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ നിങ്ങളുടെ ഈ ആയുസ്സുകാലത്ത് അതിൽ നിന്ന് 1 മിനിറ്റ് മാത്രം എനിക്ക് നൽകൂ. ഈ ഉമറിന്റെ മുഴുവൻ ടൈമും അമലും ഞാൻ നിങ്ങൾക്ക് നൽകാം. അപ്പൊ സിദ്ദീഖ് തങ്ങൾ പെട്ടെന്നുണ്ടല്ലോ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സ്റ്റെക്കാവുന്ന ഒരു സ്റ്റൈലി അവിടുന്ന് പറഞ്ഞു, എന്റെ ഉമറേ, ഈ അബൂബക്കറിന്റെ ജീവിതത്തിൽ അത്രയും വലിയൊരു മിനിറ്റ് ഏതാണ്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ സിദ്ദീഖേ, ഈ സാധുവായ പാവപ്പെട്ട ഉമർ നിങ്ങളോട് പറഞ്ഞ ആ സെക്കൻഡ്, ആ സമയം 1 മിനിറ്റ് ഏതാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെയല്ലേ കൂട്ടിന് വേണ്ടി സൗറുമലയുടെ മുകളിലേക്ക് ഒരു കൂട്ടിനായി വിളിച്ചത്? നിങ്ങൾ പോയല്ലോ മുകളിലേക്ക്, വടിയിൽ വെച്ചുകൊണ്ട് റസൂലുള്ള ഇരുന്നില്ലേ? നിങ്ങളല്ലേ ചോദിച്ചത്? ഉത്ബത്തും ഷൈബത്തും അബൂജഹലുമൊക്കെ തലയെടുക്കാൻ വേണ്ടി അങ്ങയുടെ അരികിലേക്ക് വരുന്നുണ്ട്, എന്തിനാണ് അങ്ങിവിടെ ഇരിക്കുന്നത്? എന്റെ സിദ്ദീഖേ, എന്റെ കാലിൽ ഒരു ആണി തറച്ചിട്ടുണ്ട്. റസൂലുള്ള പറയാ, സിദ്ദീഖേ, എന്റെ കാലിൽ ഒരു ആണി തറച്ചിട്ടുണ്ട്, കാല് നിലത്ത് വെക്കാൻ വയ്യ. സിദ്ദീഖ് തങ്ങൾക്ക് വലിയ പദവി ഉണ്ടാക്കി കൊടുക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ കാല് നിലത്ത് വെക്കാൻ വയ്യ, അപ്പൊ ഞാൻ ഇവിടെ ഇരുന്നു പോയതാണ്. നബി തങ്ങളെക്കാളും 2-3 വയസ്സ് താഴെയുള്ള സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഈ അബൂബക്കർ ഉള്ളപ്പോ അവിടുന്ന് നടക്കറോ നബിയേ? റസൂലുള്ളാഹിനെ ചുമരിലേറ്റി ഈ വാക്കളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചുമരിലേറ്റിക്കൊണ്ട് സൗറുമലയുടെ മുകളിലേക്ക് പോയി. അവിടുന്ന് റസൂലുള്ളാഹിന്റെ ക്ഷീണം കണ്ട ആ പ്രിയങ്കരനായ പ്രിയപ്പെട്ട സിദ്ദീഖ് തങ്ങളെ 2 കാലങ്ങോട്ട് നീട്ടിക്കൊടുത്തിട്ട് ഇവിടെ കടന്നോളി, ഈ മടിയിൽ തലവെച്ച് കിടന്നോളി. റസൂലുള്ളാഹിനോടാണ് പറയുന്നത്. നബിത്തങ്ങൾ ആ മടിയിൽ തലവെച്ച് കിടന്നു, റാഹത്തോടൊന്ന് ഉറങ്ങുകയാണ്. സിദ്ദീഖ് തങ്ങളുടെ മടിയിലെ കിടത്തം പലതും അവിടെ, ഞാനതിപ്പോ പറയേണ്ടത് നമുക്ക് കരയുന്നതാണ് ആ ഭാഗങ്ങള്. ആ സമയത്ത് വലിയ പാമ്പുകളും തേളുകളും പാമ്പുകൾ വന്ന് കൊത്തിപിടിക്കുമ്പോ എല്ലാം അടച്ചു. ഒരു കാറിൽ പാമ്പ് കൊത്തിയപ്പോ വേദന കൊണ്ടറിയാതെ കണ്ണീരൊടുക്കിപ്പോയി. റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് ഒരു തുള്ളി തെറിച്ചു. നെട്ടിയുണരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖിന്റെ ആ ചുവന്ന മുഖം കണ്ടപ്പോ, സിദ്ദീഖേ, എന്ത് പറ്റി? റസൂലുള്ളാഹി മടിയിലാ കിടക്കുന്നത്, സിദ്ദീഖ് തങ്ങളുടെ മടിയില്. സിദ്ദീഖ് തങ്ങൾ ഇരിക്കുകയാണ്. അപ്പൊ സിദ്ദീഖ് തങ്ങളുടെ മുഖത്ത് ഇങ്ങനെ നോക്കുമ്പോ ആ അടുപ്പം നോക്കി നിങ്ങള്, റസൂലുള്ളാഹിന്റെ മുഖം സിദ്ദീഖ് തങ്ങളുടെ മുഖവും. അപ്പൊ നോക്കിയിട്ട് പറയും, എന്ത് പറ്റി സിദ്ദീഖേ? വലിയ പാമ്പ് വിഷമുള്ള പാമ്പ് കൊത്തുന്നുണ്ട്, എന്നെ കൊത്തിയിട്ട് ഞാൻ അങ്ങ് മരിച്ചാലും അവിടത്തേക്കൊരു മുള്ളു തറക്കുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല, ഒരു മുള്ളു തറക്ക് കാലിൽ തട്ടുന്ന എനിക്ക് സഹിക്കാൻ കഴിയൂല. അപ്പോ ആ പാമ്പ് കൊത്തിയപ്പോ വേദന കൊണ്ട് അങ്ങ് കരഞ്ഞു പോയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് തങ്ങളുടെ മുഖത്ത് നോക്കിയ ഒരു വാക്ക്, ഒരു ചെറിയ സംഭാഷണം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നു, എന്റെ സിദ്ദീഖേ, ആ സമയത്ത് നിങ്ങളുടെ മടിയിൽ കിടന്ന് നിങ്ങളുടെ മുഖത്ത് റസൂലുള്ള അങ്ങനെ നോക്കി സംസാരിച്ച ആ സമയത്തുള്ള ആ 1 മിനിറ്റ് ഉണ്ടല്ലോ, അത് ഈ ഉമറിന് നൽകിയാൽ എന്റെ എല്ലാ അമലും ഞാൻ നിങ്ങൾക്ക് നൽകാം. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിക്കുന്നു, സിദ്ദീഖേ, ഈ അവിടുത്തെ 1 മിനിറ്റിന് ഇത്രയും പവറുണ്ട്, ഹക്കാണ്. എന്താണ് അവിടുത്തെ ജീവിതത്തിൽ ഇങ്ങനൊരു അടുപ്പമുണ്ടാക്കാൻ നേടിയെടുത്തതെന്താണ്? ഇങ്ങനൊരു അടുപ്പത്തിനുള്ള വഴി നേടിയെടുക്കാൻ? സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഉമറേ, ഒന്നുമില്ലല്ലോ ഉമറേ, ഈ അബൂബക്കറിന്റെ കൈവശം പറയാനൊന്നുമില്ലല്ലോ, പക്ഷേ ഒരു കാര്യം എനിക്കുണ്ട്. സിദ്ദീഖ് തങ്ങളുടെ മനസ്സ് തുറന്നു. എന്റെ സഹോദരങ്ങളെ, സിദ്ദീഖ് തങ്ങൾ പറയാ, ഒരു വിഷയം അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്. ലഖറാബത്തു റസൂലില്ലാഹ് അഹബ്ബു ഇലയ്യ മിൻ ഖറാബതി. അത് അല്ലാഹു എനിക്ക് തന്ന ഒന്നാണ്. എന്റെ ഉമ്മ, എന്റെ ഉപ്പ, എന്റെ ആയിഷ തൊട്ടുള്ള എന്റെ മക്കൾ,
ആ മക്കളെക്കാളും എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഏറ്റവും മഹബത്തുള്ളത് അത് റസൂലുള്ളാഹിന്റെ പൊന്നു മക്കളാണ്, അവിടുത്തെ ചോരകളാണ്, അവിടുത്തെ കുടുംബങ്ങളാണ്. അത് എനിക്ക് അല്ലാഹു തന്ന ഒരു സന്തോഷമാണ് ഉമറേ, എനിക്ക് അല്ലാഹു തന്ന റഹ്മത്താണ്. ലഖറാബത്തു റസൂലില്ലാഹ് അഹബ്ബു ഇലയ്യ മിൻ ഖറാബത്തി, എന്റെ കുടുംബത്തെക്കാളും എന്റെ ഉമ്മയെക്കാളും എന്റെ ബാപ്പയെക്കാളും ആയിഷ തൊട്ടുള്ള എന്റെ മക്കളെക്കാൾ എന്റെ ഹൃദയത്തിൽ ഏറ്റവും മഹബത്തിന്റെ ഭാഗം അത് റസൂലുള്ളാഹിന്റെ ചോരകളാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്റെ സഹോദരങ്ങളോട് ഞാൻ എന്തിനാണ് ഇത് ആമുഖമായി പറഞ്ഞത്? രോഗങ്ങൾ എങ്ങനെ കുന്നുകൂടുമ്പോ ഗൗസുൽ ആലം റസൂലുള്ളാഹിന്റെ പേരക്കിടാങ്ങളിൽ വല്ലാത്ത മുവഫഖായ ഒരു കുട്ടിയാണ് ഗൗസുൽ ആലം തങ്ങള്. അവിടുത്തെ ഒരു മജ്‌ലിസ്, ആ മജ്‌ലിസിന് കടിഞ്ഞാൻ പിടിക്കുന്നതോ, ആ മജ്‌ലിസിന്റെ കടിഞ്ഞാൻ പിടിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിച്ചിരിപ്പുള്ള ഒരു കുട്ടി, ഒരു പേരക്കിടാവ്. വല്ലാത്ത ഒരു തൗഫീഖ് ലഭിച്ച ഒരു മജ്‌ലിസ്. ഞാൻ അതിന് അല്ലാഹു തആല തങ്ങൾ ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. റസൂലുള്ളാഹിന്റെ കുട്ടികൾ പല രൂപത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ പല സ്വഭാവത്തിലും പല ശൈലിയിലും പല ഏറ്റക്കുറച്ചുകൾ എന്ന് വെച്ചാൽ ഒരു ശൈലിയില് പല രൂപത്തിലൊക്കെ ഉണ്ട്. പക്ഷേ ഈ പ്രായത്തില് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഗൗസുൽ ആലമിന്റെ മദദോടുകൂടെ നബി തങ്ങളുടെ പേരക്കിടാവിന്റെ മദദോടുകൂടെ ഇന്ന് ഈ മജ്‌ലിസ്, ഞാൻ കൊല്ലത്ത് ഈ ഗൗസുൽ ആലമിന്റെ മാസത്തിലൊന്ന് പോയി. അപ്പൊ മഹല്ലില് ഈ 90 ആടിനെ ഇറക്കുന്നുണ്ട്, വാർഷികത്തിനാണ്. അപ്പൊ ഞാൻ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ കൊല്ലത്തിൽ ഇവിടെ അല്ലേ, മലപ്പുറം ജില്ലയില് ഒരു സ്ഥലമുണ്ട്, പുത്തനത്താടിയിൽ നിന്ന് കുറച്ച് ഉള്ളോട്ട് പോയാലും അവിടെ മാസത്തില് ഇതുപോലെയുള്ള 80ഉം 90ഉം ഒക്കെ അറക്കുന്ന ആടുകൾ. അപ്പൊ അജബായിട്ട് ചോദിക്കുക, എല്ലാ മാസവും അത് അജബോടുകൂടെ അവിടുത്തെ ആളുകൾ വലിയ ഉസ്താദുമാര് അത്ഭുതത്തോടെ ചോദിച്ചൊരു ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, 50 ആട് ഇപ്പൊ ഇന്ന് ബാക്കി ഒരു വീട്ടില് ഞാൻ ഇന്ന് അന്വേഷിച്ചപ്പോ ബാക്കിയുള്ളത് അടുത്ത മാസം, ഇന്ന് മുഴുവനും മറക്കണ്ട. അപ്പൊ 50 എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്താ ഫീ കേൾക്കുന്നത്? കഴിഞ്ഞ മാസം അറുത്തിട്ടപ്പീ പറഞ്ഞു 70 കഴിഞ്ഞ മാസം അർത്ഥവും. അങ്ങനെ ഓരോ മാസങ്ങളിലും ഇവിടുത്തെ ഞാൻ ചോദിക്കട്ടെ, ജീവിച്ചിരിക്കുന്ന ഒരു കറാമത്തല്ലേ കാണുന്നത്? അല്ലാഹു തആല ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ കുടുംബങ്ങളൊക്കെ ആഫത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഞാൻ ഈ പറഞ്ഞത് എന്നെക്കാളും നിങ്ങൾക്കറിയാം. നിങ്ങൾ ഒന്ന് ഫദക്കിർ ഫഇന്ന ദിക്റ, ആ ഒരു നിയ്യത്ത് വെച്ച് പറഞ്ഞതാണ്. നമ്മുടെ മനസ്സൊന്ന് റാഹത്താക്കിയ ഇത് നമ്മുടെ ജീവിതം സ്വർഗ്ഗത്തിലേക്കുള്ളതും ദുന്യവിയായ ജീവിതം ഖൈറാക്കാനും നമ്മുടെ കുടുംബത്തിലും വീട്ടിലൊക്കെ പൈശാചിക ശർറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി അത് ഈ മൽജ ആക്കി മാറ്റാൻ കഴിയും. അല്ലാഹു തആല അവസരം നൽകട്ടെ. ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ആഫത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമുക്ക് അല്ലാഹു തആല ഓരോ അവസരങ്ങൾ, ഈ അവസരങ്ങൾ വലിയ വിഷയമാണ്. അവസരങ്ങൾ അല്ലാഹു തന്നിരിക്കുകയാണ്, നമ്മളിത് പാഴാക്കണ്ട. ഉള്ള സമയം നമുക്കൊക്കെ അവസരം ഉണ്ടാക്കിയിട്ട് പല വിഷയങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു വഴി അല്ലാഹു അതിനും തൗഫീഖ് നൽകുമാറാവട്ടെ. നോക്കി നിങ്ങള് ഇന്ന് നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഓരോ വിഷമകരമായ രംഗങ്ങള്, മുൻഗാമികളായ ആളുകളൊക്കെ സുബ്ഹാനല്ലാഹ്, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ചോദിക്കുന്നു, സ്വഹാബികളെ, അലാ യസ്തതീഉ അഹദുക്കും അൻ യഖറഅ കുല്ല യൗമിൻ അൽഫ ആയ, എല്ലാ ദിവസവും 1000 ആയത്തുകൾ ഓതാൻ നിങ്ങൾക്ക് കഴിയൂലേ സ്വഹാബികളെ? അലാ യസ്തതീഉ അഹദുക്കും അൻ യഖറഅ അൽഫ ആയത്തിൻ ഫീ കുല്ലി യൗമിൻ, മുഴുവൻ എല്ലാ ദിവസവും 1000 ആയത്ത് നിങ്ങൾക്ക് കഴിയൂലേ? ഉടൻ തന്നെ ഫമാ യസ്തതീഉ അഹദുക്കും അൽഫ ആയ ഫീ കുല്ലി യൗം, യാ റസൂലല്ലാഹ്, നബിയേ, എല്ലാ ദിവസവും മരിക്കോളെ എല്ലാ ദിവസവും 1000 ആയത്തുകൾ എങ്ങനെ ഓതി?
അതിന് എങ്ങനെ കഴിയും? ഉടൻ തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹി അലാ യസ്തതിഉ അൻ യഖറഅ കുല്ല യൗമിൽ അൽഹാകുമുത് തകാസുർ, എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ, ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതാൻ എന്റെ സ്വഹാബികളെ നിങ്ങൾക്ക് കഴിയൂലയോ? സൂറത്തു തകാസുരി തഅദിലു അൽഫ ആയ, ഒറ്റ പ്രാവശ്യം അൽഹാകുമുത് തകാസുർ എന്ന സൂറത്ത് ഓതിയാൽ 1000 ആയത്തുകൾ ഓതുന്നതിന്റെ പവറാണ് ഉമറേ. ഖാല റസൂലുള്ളാഹി, റസൂലുള്ളാഹി പറയാ 1000 ആയത്ത് എല്ലാ ദിവസവും, അതിന് ഒറ്റ പ്രാവശ്യം അൽഹാകുമുത് തകാസുർ. എന്തായിരിക്കും അതിന്റെ ഒരു ഖനം? ഞാനത് വിശദീകരിക്കുന്നതൊക്കെ വഅദിന്റെ പരമ്പരകളിലൂടെ ഉസ്താദുമാര് പറയുന്നത്, ഞാനത് വിശദീകരിക്കുന്നതല്ല. 1000 പ്രാവശ്യം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സ്വഹാബത്ത് പറയുന്നു, ഞങ്ങളോടൊരിക്കൽ പെട്ടെന്ന് മദീന പള്ളിയിൽ വെച്ച് നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബികളെ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഇന്നി ഖാരിഉൻ അലൈക്കും സൂറത്ത് അൽഹാകുമുത് തകാസുർ, ഞാൻ അൽഹാകുമുത് തകാസുർ എന്ന സൂറത്ത് ഓതിത്തരട്ടെ. ഫമൻ ബകാ ദഖലൽ ജന്ന, സ്വഹാബികളെ അമ്പരപ്പിക്കുന്നു, പിതാക്കളെ ഞാൻ ഇങ്ങനെ ഓതും അൽഹാകുമുത് തകാസുർ എന്ന്, ആ സൂറത്ത് ഇങ്ങനെ ഓതുമ്പോ ആരൊക്കെ കരയുന്നുവോ അവരൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കും. എന്നിട്ട് ഫഖറഅഹാ, റസൂലുള്ളാഹി അങ്ങ് ഓതിപ്പോയി ഞങ്ങളുടെ മുന്നിൽ. ഫമിന്നാ മൻ ബകാ വമിന്നാ മൻ ലം യബ്കി, ഞങ്ങളുടെ കൂട്ടത്തിൽ കരഞ്ഞവരുണ്ട്, കരയാത്തവരുണ്ട്. കുറെ ആളുകൾ കരഞ്ഞു, കുറെ ആളുകൾക്കൊട്ട് കരച്ചിൽ വന്നതുമില്ല. അപ്പൊ ഫഖാലല്ലദീന ലം യബ്കൂ, കരയാത്ത ആളുകൾ അവിടുന്ന് പറഞ്ഞു, ഖദ് ജഹിദിനാ യാ റസൂലല്ലാഹ് അന്നബിക്കിയ ഫലൻ നഖ്ദറ അലൈഹി യാ ഹബീബല്ലാഹ്. നബിയേ, അവിടുന്ന് ഇങ്ങനെ ഓതി തരുമ്പോ ഞങ്ങളുടെ അടുത്തുള്ളവരൊക്കെ കരയുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല. ഞങ്ങൾ കുറെ പരിശ്രമിച്ചു തങ്ങളെ കരയാൻ, ഒന്ന് കരച്ചിൽ വന്ന് കിട്ടണ്ടേ. ഖദ് ജഹിദിനാ യാ റസൂലല്ലാഹ്, കരയാൻ ഞങ്ങൾ വല്ലാതെ നോക്കി, കരച്ചിൽ വരുന്നില്ല തങ്ങളെ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? റസൂലുള്ളാഹിന്റെ കുട്ടികളെന്നല്ലേ, ഒക്കെ സ്വർഗത്തിൽ കിടക്കണമെന്ന് ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നവരല്ലേ. അപ്പൊ പറയാ കരച്ചിൽ വന്നില്ല, അങ്ങ് ഓതി ഇവരൊക്കെ കരഞ്ഞു, ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ റസൂലുള്ളാഹി പറയാ, ഇന്നി ഖാരിഉഹാ അലൈക്കും സാരിയ, ഞാൻ ഒന്നും കൂടെ ഓതി തരട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് അറിയോ ഇല്ലേ നോക്കുക, ഒന്നും കൂടി ഞാൻ ഓതിത്തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അൽഹാകുമുത് തകാസുർ അവിടുന്ന് ഓതുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, കരഞ്ഞാൽ അവർ സ്വർഗത്തിൽ കടക്കും. വമല്ലം യഖ്ദർ അൻ യബ്കിയ, കരച്ചിൽ വരുന്നില്ലേ, രണ്ടാമത് ഞാൻ ഓതിത്തരുമ്പോ കരച്ചിൽ വരാത്തവരൊക്കെ ഫല്യത്ബാഗ്, ഉണ്ടാക്കി കരയണട്ടാ. നിങ്ങൾ ആരും കരയാതിരിക്കരുത്, ഉണ്ടാക്കി കരയണം. ഖാല റസൂലുള്ളാഹി, നിങ്ങൾ ആലോചിച്ചു, ഒരു സൂറത്തിനെ കുറിച്ച് റസൂലുള്ളാഹി പറയാ, കരച്ചിൽ വരാത്തവരൊക്കെ കരഞ്ഞോളെ ഉണ്ടാക്കി കരയെന്നെ. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നബിയേ എന്താണ് ഇതിന്റെ ഒരു മഹിമ? ഇത്രമാത്രം ഒരു മഹിമയുടെ കാരണം എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, കുറെ 2-3 അവസ്ഥകൾ പറഞ്ഞു. അതിൽ ഒരു ആയത്തുണ്ട് ഉമറേ, ثم لتسألن يومئذ عن النعيم. ആ ഒരു സൂറത്ത് അങ്ങനെ ഓതിയാൽ ആര് കരയാതിരിക്കും? ഞാനതിപ്പോ വിശദീകരിക്കുന്നില്ല. ثم لتسألن يومئذ عن النعيم, തീർച്ചയായും നിങ്ങളോട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഞാൻ അള്ളാഹു നമുക്ക് നൽകിയ ഒരു ചെറിയ അനുഗ്രഹം, ഒരു ടവല് ധരിക്കാൻ, ഒരു തൊപ്പി ധരിക്കാൻ അള്ളാഹു ചെയ്ത അനുഗ്രഹമുണ്ടോ? ആ അനുഗ്രഹത്തെ കുറിച്ച് അള്ളാഹു ചോദിക്കും നിങ്ങളോട്. ആ തൊപ്പി ധരിക്കാൻ വകുപ്പില്ലാത്ത എത്ര ആളുകളുണ്ട്? 3 നേരം ഭക്ഷണം കഴിച്ചവരുണ്ടോ? 2 നേരം കഴിക്കാൻ കഴിയാത്ത എത്ര പേരുണ്ട്? തീർച്ചയായും
അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങളോട് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. ആ ഒരായത്ത് അത് മുസ്ലിമീങ്ങൾ നെഞ്ചിലേറ്റേണ്ട ആയത്താണ്. അള്ളാഹു തആല ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, റസൂൽ അലമിന്റെ ജാഹു കൊണ്ട്, ഈ മഹത്തായ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മെ അള്ളാഹു തആല നമ്മുടെ ഖൽബിൽ മഹബ്ബത്ത് ഏറ്റി തെരുമാറാവട്ടെ. ഓരോ കാര്യങ്ങൾ ഞാനിത് പറയുമ്പോ ചെറുതും വലുതൊക്കെ അള്ളാഹു ചോദിക്കും. ചോദിക്കാത്തത് മൂന്നേ കാര്യം. അല്ലാഹു തആല കോടാനക്കോടി അടിമകളെ ഈ ഭൂമിയിൽ പടച്ചിട്ടുണ്ടെങ്കിൽ കൊടുത്തതിന് കണക്കായി ലാ ഹദ്ദ വലാ ഹസറ, കണക്കും കയ്യില്ലാത്ത രൂപത്തിൽ അള്ളാഹു കൊടുക്കുന്നുണ്ട് പല ആളുകൾക്കും. ഈ അടിമകളിൽ 3 ആളുകളോട് മാത്രം അള്ളാഹു ചോദ്യം ചെയ്യാത്തതുള്ളൂ. ബാക്കിയുള്ള മുഴുവൻ ആളുകളോടും മുഴുവൻ വിഷയങ്ങളെ കുറിച്ചും അല്ലാഹു തആല ചോദിക്കും. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ അല്ലാഹു വിടൂല. ഇന്നൊക്കെ എന്ന് പറഞ്ഞാലേ, ഞാനിപ്പോ അടുത്ത് വെള്ളിയാഴ്ച ഒരു പള്ളി കൂടി നമ്മുടെ ജില്ലയിൽ ഒരു സ്ഥലത്ത് പോകുക. അപ്പൊ പള്ളി കൂടിയപ്പോ ഒരു വയസ്സായ ആചാര്യ ഔന്നും കരയുന്നു, അല്ലാ ഇയാള് വയസ്സായിട്ടുണ്ട് അല്ലാന്ന്. അപ്പൊ എന്താ ആചാര്യ വെച്ചു, ആ കുട്ടിന്റെ പേന്റ് അതാ പറ്റ കീയണേ. അപ്പൊ ഒരു വടിമ തട്ടി ഇങ്ങനെ നിക്കണ്ടേ, ഒരു വടിമ തട്ടിയിട്ട് ഇങ്ങനെ അങ്ങനെ നിക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞ ആചാര്യ അതിപ്പത്തെ ഫാഷനാണ്. ഫാഷനാ? ഇയാൾക്ക് ഉൾക്കൊള്ളാൻ വയ്യാന്ന്. ഈ മനുഷ്യൻക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. ജാഹിലിയാ കാലത്ത് നടക്കാത്ത, ജാഹിലിയാ കാലത്ത് ഇല്ലാത്ത ഒരു ചീഞ്ഞ സ്വഭാവം നമ്മുടെ നാടുകളൊക്കെ അല്ലാഹു നമ്മുടെ കുട്ടികൾക്കൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ. എന്റെ അനുജന്മാരെ, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. എവിടെ എത്തിയൊന്ന് നോക്കി നിങ്ങള്. ഇരുണ്ട യുഗം എന്ന് പറയില്ലേ, ആ കാലത്തതില്ല. ഈ ഒരു ശൈലി, പൊക്കിളിന്റെ താഴെ പാന്റ് ഇങ്ങനെ ഇറക്കിയിട്ട് നിങ്ങൾക്ക് ആ വടി തിരിഞ്ഞ ആ വടി മനസ്സിലായില്ലേ? ഇവിടെ ഇത് പള്ളി ഇവിടുന്ന് ഇപ്പൊ ഇവിടുന്ന് നമുക്ക് പരിധി ഉണ്ട്. മാത്രമല്ല ഈ മജിലിസും വല്ലാത്തൊരു മുഅല്ലമായ മജിലിസാ. ഏതെങ്കിലും ഒരു വേദി എന്നാണെങ്കിൽ അത് വേറെ കൊലത്തിൽ ഞാൻ പറയും. അപ്പോ ആ വടിമിൻ തട്ടിങ്ങനെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ പണ്ട് ഏതോ യൂറോപ്പിലെ കഥയായിരുന്നൊക്കെ. ഇന്ന് നമ്മുടെ കുട്ടികളുടെ അനുജന്മാരുടെ ഇടയിൽ അല്ലാഹു മക്കൾക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. അവസ്ഥകൾ എങ്ങനെ ആയത് ഞാൻ വിവരിക്കുക. നോക്കി, നിങ്ങളൊരു പള്ളിയിലൊക്കെ ചെന്ന പണ്ടൊക്കെ ബാത്റൂമിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന, അലക്കിയിട്ട് ബാത്റൂമിന്റെ ഉള്ളിൽ ഇട്ടിരുന്ന നമ്മുടെ അടിവസ്ത്രങ്ങളൊക്കെ, അതൊന്നും ഞാൻ ഇപ്പൊ പറയണ്ട. ഇന്ന് നോക്കി, സുബ്ഹാനല്ലാഹ്, ആ വസ്ത്രങ്ങൾ അതും ആരെങ്കിലും അതിഥികൾ വന്നു എന്ന് കണ്ട ചിലപ്പോ അതിന്റെ മുകൾ തോർത്തുമുണ്ടേറ്റ് മറച്ചു കളയും. അങ്ങനത്തെ ചില വസ്തുക്കളൊക്കെ ഇന്ന് അകത്തെ പള്ളിയിൽ ഒരാൾ ചെന്ന് നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഒരു കുട്ടി റുക്കുവിലേക്കൊന്ന് പോയോക്കട്ടെ, അല്ലെ ആ കുട്ടി സുജൂദിലേക്കൊന്ന് പോയാ ഇന്നാലില്ല വഇന്നാ ഇലൈഹി റാജിഊൻ. പേന്റെ ഒരു ഭാഗത്ത് ജഡ്ഡി, വേറൊരു ഭാഗത്ത് ഒരു ആഫ്രിക്കൻ നാടുപാട്, ഭൂലോകം. വല്ലാത്തൊരു കാലം. അതൊരു യാഥാർത്ഥ്യല്ലേന്ന്. ബാക്കി നിങ്ങൾ എഴുതിക്കോളി, സാറ നിങ്ങൾ എഴുതി. അതിന്റെ ആ കോലെന്ന് ഞാൻ പറഞ്ഞെന്ന് മാത്രം. എന്താണ് എന്റെ സഹോദരങ്ങളെ, എവിടെയാണ് ഇപ്പോഴാണ് ആ ചോദിക്കുന്ന ചില ഭാഗങ്ങളെ, ചോദിക്കുന്ന ചില ശൈലികള്, അത് നമുക്ക് ഈ സാഹചര്യത്തിൽ പറയാൻ പ്രയാസ. നിങ്ങൾ ആരെങ്കിലും അല്ലാഹു തആല നമ്മുടെ മക്കളെ കാക്കട്ടെ, നമ്മുടെ അനുജന്മാർ അല്ലാഹു തആല കാക്കട്ടെ. ആൺകുട്ടികളുടെ ഒരു ചെറിയൊരു ശൈലി ഞാൻ പറഞ്ഞതാ. ഇനി പെൺകുട്ടികളേക്ക് നോക്കി നിങ്ങൾ ഇപ്പൊ നമ്മുടെ ജില്ലയിൽ എവിടെ നോക്കിയാലും കുരുക്കി സർവത്ത്. നിങ്ങൾക്ക് കുരുക്കി സർവത്ത് നിങ്ങൾ കുടിച്ചിക്കണ? കുരുക്കി സർവത്ത് വല്ലാതെ ഉണ്ട് ഇപ്പൊ. ഒന്ന് കുടിക്കാൻ നല്ലതാ, അപ്പൊ നല്ല തന്നെയല്ലേ കുടിക്കണേ. കുരുക്കി സർവത്ത് എന്നല്ലേ കുരുക്കി പെണ്ണുങ്ങൾ ആകെ കുരുക്കി പെണ്ണുങ്ങളാ. സുബഹിക്കൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് റോട്ടിലേക്ക് അങ്ങ് ഇറങ്ങിയ ഒരു 10 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിൽ എവിടെങ്കിലും സുബഹി നിസ്കരിച്ച റോഡ് നിറയെ പെണ്ണുങ്ങളെ ലെഫ്റ്റ് റൈറ്റ് കുലുക്കി സർവത്ത് മോഡല്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എവിടെയോ ഒഴിവില്ല. എല്ലാ ഭാഗങ്ങളിലും പെൺകുട്ടികൾ ഇങ്ങനെ എന്താണെന്നറിയാ നടക്കന്നെ. എന്തേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നടക്കാറ്. ഓ എന്റെ അനുജന്മാരെ, ഇസ്ലാമിന്റെ ദീനിന്റെ പടയാളികളെ, ബശ്ശിറുൽ മശാഇ, നടത്തക്കാർക്ക് സന്തോഷം അറിയിച്ചു കൊടുക്കറേ. ഖാല റസൂലുള്ളാഹി ബിന്നൂരി താം യൗമൽ ഖിയാമ
നടത്തക്കാർക്ക് അന്ധദിനത്തിൽ വല്ലാത്തൊരു പ്രകാശം അല്ലാഹു കൊടുക്കും. അത് സന്തോഷം അറിയിച്ചു കൊടുക്കണേ. മുസ്ലിമീങ്ങളെ, ദിവസത്തിൽ അല്പമെങ്കിലും നടക്കണം. അത് വല്ലാത്ത പുണ്യമുള്ള അമരാൻ. സാദുൽ മആദ് പോലെയുള്ള ഗ്രന്ഥത്തിൽ നടക്കൽ അല്പം സുന്നത്ത് നടക്കല് സുന്നത്താണെന്ന് പോലും മഹത്തുക്കളെ വിവരിക്കുകയാണ്. ബശ്ശിറിൽ മശാഈൻ. 1400 വർഷങ്ങൾക്ക് മുമ്പ് കാരണന്മാരെ, ചെറുപ്പക്കാരെ, യുവാക്കളെ, നടക്കൂലുകൾ ആഫിയത്ത് കിട്ടും. നല്ലോണം നടക്കണം, നടത്തം കൂട്ടണം. സുബ്ഹിക്ക് ശേഷമൊക്കെ അരമണിക്കൂർ 1 മണിക്കൂർ നടത്തത്തിന് സമയം കാണണം. കാരണന്മാരൊക്കെ ഒരുപടി രോഗങ്ങളിൽ നിന്ന് അല്ലാഹു തആല സലാമത്ത് നൽകും. ബശ്ശിറിൽ മശാഈൻ. റസൂലുള്ള പറയുന്ന ഹദീസ് കാണാം, നടത്തക്കാർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കണം, നല്ലോണം നടക്കണം. മദീന പള്ളിയുടെ അകലെ താമസിക്കുന്ന ഒരു മനുഷ്യൻ ഓടി വന്നു റസൂലുള്ളാഹിനോട് പറഞ്ഞു, അൽഹംദുലില്ലാ നബിയേ, അൽഹംദുലില്ലാ. അപ്പൊ എന്തേ? ഞാൻ പള്ളിയുടെ തൊട്ടടുത്ത് അല്പ സ്ഥലം എടുത്തിട്ടുണ്ട്, വീട് ഇങ്ങോട്ട് ആക്കുകയാണ്. അപ്പൊ എന്താ, എന്തിനാണ്? പള്ളിയുടെ അടുത്താ പിന്നെ എപ്പോഴും പള്ളിയിലേക്ക് വരാല. റസൂലുള്ള പറയുന്നു, മോനെ, അരുതരുത്. പള്ളിയുടെ അകലെ നിന്ന് ആ വീട് വിട്ടിട്ട് പള്ളിയുടെ അടുത്തേക്ക് വന്നാൽ നിങ്ങളുടെ നടത്തം കുറയുമല്ലോ. ഖാല റസൂലുള്ളാഹി. നടത്തം കുറയും. 5 വഖത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന എന്തൊരു ആഫിയത്ത് അല്ലാഹു തരുന്നറിയോ? വലിയ വലിയ ആഫത്തുകൾ നിങ്ങളെ അല്ലാഹു രക്ഷപ്പെടുത്തും, രോഗങ്ങളിൽ അല്ലാഹു രക്ഷപ്പെടുത്തും. അതുകൊണ്ട് നടത്തം കുറക്കരുത്, നിങ്ങള് നടക്കണം നല്ലോണം. ഇത് പ്രോത്സാഹിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ള ആണാവട്ടെ പെണ്ണാവട്ടെ നടക്കണം. പക്ഷേ പെണ്ണിന് പരിധില്ലേ? ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാ. സഫാ മർവയുടെ ഇടയിലൂടെ ഹാജർ ഉമ്മ വെള്ളം കിട്ടാതെ ദാഹിച്ചിട്ട് കുഞ്ഞിന്റെ പിടച്ചല് കാണുമ്പോ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ഓടി. ആ ഓടിയ സ്ഥലത്ത് നിന്ന് നമുക്കൊക്കെ ഒന്ന് ഓടല് സുന്നത്തല്ലേ? ഒരു ചെറിയ രൂപത്തിന് അവിടെ പെണ്ണിന് പറ്റൂല. കാരണം എന്താണ്? റസൂലുള്ളാഹിന്റെ കൈകൊണ്ട് വെള്ളം കുടിക്കേണ്ടുന്ന സ്വാലിഹത്തായ പെൺകുട്ടികൾ അവിടെ പോലും ഓടരുതേ. അവിടെയും ആ ചിട്ട അദബ് കാണിക്കണേ. അവൻ നടക്കണം. നമ്മുടെ വീടിന്റെ പരിസരത്ത് എന്റെ യുവാക്കളെ, നമ്മുടെ ഭാര്യ, നമ്മുടെ പെൺമക്കൾ, നമ്മുടെ ഉമ്മ, അവരൊക്കെ നടത്തിപ്പിക്കൽ നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മുടെ വീടിന്റെ പരിസരങ്ങൾ മറ്റുമൊക്കെ നോക്കിയിട്ടുണ്ടല്ല. ഞാനതല്ല പറയുന്നത്. അങ്ങാടികളിലൂടെ, റോട്ടിലൂടെ, ഹൈവേയിലൂടെ ഒക്കെ ഇങ്ങനെ വാഹനങ്ങൾക്ക് പോകാൻ സ്ഥലമില്ലാന്ന് സുബിക്കേശം പെണ്ണുങ്ങൾ കുരുക്കി സർവത്ത് മോഡല് ആകെ നടക്കുന്നു. എന്നിട്ട് വരെ ഡോക്ടർ അല്ല നടക്കാൻ പറഞ്ഞത്. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളയാണ് ഉമ്മമാരോട് നടക്കാൻ പറഞ്ഞത്. റസൂലുള്ളയാണ് മുഅ്മിനീങ്ങളോട് നടക്കാൻ പറയുന്നത്. പക്ഷെ പെണ്ണിന് പരിധിയുണ്ട്. അവരത് എങ്കിൽ അവർക്ക് സ്വർഗത്തിൽ പാറിക്കളിക്കാം. മാറി ചിന്തിച്ചാലോ അല്ലാഹു തആല വിടുകയുമില്ല. ഏതാനാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, തീർച്ചയായും നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും. ഒരു ദിവസം അല്ലാഹു നൽകിയ മുഴുവൻ നിഅമത്തുകളെ തൊട്ടും ഒരാളെയും അല്ലാഹു തആല വിടുകയില്ല. മുഴുവൻ അനുഗ്രഹങ്ങളെ തൊട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹിയുദ്ദീൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അഷ്ശൈഖ് മുഹിയുദ്ദീൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ 23 കൊല്ലം ഒറ്റപ്പെട്ട് നടന്നിട്ടുണ്ട്. ആ കാലയളവിൽ 1,00,000 ദാഇകളെ വളർത്തിയിട്ടുണ്ട്. 1,00,000 ദാഇകളെ, ഇസ്ലാമിക പ്രബോധകരെ വാർത്തെടുത്തിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ടൈഗ്രീസ് നദിയുടെ അരികിൽ ചെന്നിരിക്കും. എന്തിനാണെന്നറിയാ? ഒന്നുമില്ലാന്ന് കയ്യില്. രാത്രി കച്ചവടക്കാര് കടകളൊക്കെ അടച്ച് അവിടെയുള്ള ബാക്കികളൊക്കെ പുറത്തുണ്ടല്ല, വലിച്ചടില്ലേ, അത് പുറത്തേക്കിട്ടാൽ അവരെല്ലാം പോയാ മഹാനവറുകൾ നമ്മുടെ ഗൗസുൽ ആലം ഉപ്പാപ്പ മെല്ലെ ചെന്നിട്ട് ആ തോടുകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കടിക്കും. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അതെടുത്തിട്ട് കടിക്കും. പടച്ചവനെ, ഇന്ന് രാത്രി ഇബാദത്തെടുക്കാൻ കൊന്തുല വിശപ്പ് കൊണ്ടേ. എന്നിട്ട് അതെടുത്ത് മെല്ലെ ഇങ്ങനെ കടിക്കും. നിങ്ങൾ ആലോചിച്ചു നോക്കി അല്ലാഹു തആല നമുക്കൊക്കെ ചെയ്ത റഹ്മത്ത്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു 4 കൊല്ലം യുവാക്കളെ മാംസം
ആട്ടുമാംസമാവട്ടെ, മറ്റു കോഴികളാവട്ടെ, മറ്റു ലഹ്മകളാവട്ടെ, മാംസം എന്ന് പറയും കിട്ടിയതേ ഇല്ല. 4 കൊല്ലം ഇല്ലാത്തോണ്ട്, വകുപ്പില്ലാത്തോണ്ട്. അങ്ങനെ ഒരു ഉറൂസ് നടക്കണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ അവിടെ പോയി ക്യൂ നിന്നോന്ന്. കാരണം നല്ല ഇറച്ചും ചോറും കിട്ടുന്നു. അങ്ങനെ നിൽക്കുന്ന മണിക്കൂറുകളോളം ക്യൂ നിന്ന്, 4 കൊല്ലത്തിന് ശേഷട്ടാ മണിക്കൂറുകളോളം ക്യൂ നിന്ന് അവിടെ എത്തി നോക്കുമ്പോ അത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. കഴിഞ്ഞു. അപ്പൊ അറിയാതെ ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ കണ്ണിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി. ഒന്നുമില്ല, സങ്കടമല്ല, ആ സമയത്തെ കഴിഞ്ഞു. വിശപ്പുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു കാലം ഇങ്ങനെ കഴിഞ്ഞില്ലേ. ഷെയ്ഖ് സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു എത്ര വലിയ മുത്തുകളാണ് മഹാനവറുകളെ മഹത്തുക്കൾ പഠിപ്പിക്കുന്ന കാണാ. ഞാൻ നല്ലോണം ഇൽമുമായിട്ട് ശുഗലാകും. ഇശാ നിസ്കാരം കഴിഞ്ഞ ഈ വത്തക്കത്തോടില്ലേ, എല്ലാരും വത്തക്ക കടിച്ചിട്ട് വലിച്ചെറിഞ്ഞ ഒരു ഭാഗത്ത് ഒരുപാട് വത്തക്കത്തോടെ മഹാനവർക്ക് അറിയാം. ഇന്ന സ്ഥലത്ത് ചെന്നാൽ കുറെ വത്തക്കത്തോട് കിട്ടും. എല്ലാ ദിവസവും രാത്രി അവിടെ പോയി ആ വത്തക്കത്തോട് എടുത്തിട്ട് ഇങ്ങനെ കഴിക്കുന്നു. ആ വത്തക്കത്തോട് എടുത്ത് കഴിക്കുക. ഞാനിപ്പോ ഈ പറഞ്ഞതേ, അല്ലാഹു തആല എന്റെ സഹോദരങ്ങളെ, നമുക്ക്, ഞാനടക്കമുള്ള നമുക്ക് അല്ലാഹു തആല ചെയ്ത നിഅമത്തുകൾ എത്രയാ. ഞാൻ അതൊന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാ. മുഹമ്മദുർ റസൂലുള്ളാഹി. അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലേക്ക് ചെല്ലുന്നു. അവിടെ റസൂലുള്ള ദർസ് നടത്തുന്നുണ്ട്. അബൂ ഹുറൈറ തങ്ങൾ അടക്കമുള്ള ഒരൊക്കെ ഇരിക്കട്ടാ. റസൂലുള്ള ദർസ് നടത്തുന്നുണ്ട്. ശബ്ദം തീരല്ല. അപ്പൊ അബൂ തൽഹത്തുൽ അൻസാരി തങ്ങൾ പറയുന്നു, എന്റെ സാധാരണ സമയത്തൊക്കെ റസൂലുള്ള ദർസ് നടത്തുന്നാണല്ലോ, ഇന്നിപ്പോ എന്താ ശബ്ദം നിന്നില്ലേ, വന്നിട്ടില്ലേ? അങ്ങനെ മെല്ലെ നോക്കി നോക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് ദർസ് നടത്തുന്നുണ്ട്. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ശബ്ദം കിട്ടുന്നില്ല. ശബ്ദം ഉച്ചത്തിൽ പറയാൻ കഴിയുന്നില്ല. ശബ്ദം തീരല്ല. അപ്പൊ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഒന്ന് മെല്ലെ അങ്ങനെ എത്തി നോക്കി. റസൂലുള്ളാഹിന്റെ മുഖത്തുള്ള പ്രയാസം കണ്ടപ്പോ ഓടി. അബൂ തൽഹത്ത് തങ്ങൾ ഓടുകയാണ്. വീട്ടിൽ ചെന്ന്, മോനെ അനസേ, അനസ് എന്ന കുട്ടിയോട് പറയാ, ഭാര്യയോടും പറഞ്ഞേ, നല്ല വിശപ്പ്, റസൂലുള്ളാഹിക്ക് വിശപ്പ്, ദർസ് നടത്താൻ കഴിയുന്നില്ല, എന്തെങ്കിലും ഉണ്ടടി? ഭാര്യയോട് ചെന്ന് ചോദിക്ക. അപ്പൊ പറയാ, ഒന്നുമില്ലല്ലോ, റൊട്ടിപ്പൊടി ഉണ്ട്, കുറച്ച് റൊട്ടിപ്പൊടി, നിങ്ങൾക്ക് വരുമ്പോ എന്തേലും ഉണ്ടാക്കുന്ന റൊട്ടിപ്പൊടി. ആ ഉമ്മു സുലൈം മഹദിയോട് പറയാ, ആ റൊട്ടിപ്പൊടി കൊടുത്തേക്കോ റസൂലുള്ളാഹിക്ക്. അനസ് തങ്ങളുടെ അരികില് എന്നിട്ട് പറഞ്ഞു, മോനെ അനസേ, അനസേ, ഇത് ആർക്കും കാണിച്ചു കൊടുക്കരുത്, കാര്യം എല്ലാവർക്കും കൊടുക്കാനില്ല. മെല്ലെ പോയിട്ട് റസൂലുള്ളാഹിന്റെ അരികിൽ ചുവട്ടിൽ ഇങ്ങനെ മന്ത്രിക്കണം. ഒന്നേ ഉള്ളൂ, ഒരാൾക്ക് കഴിക്കാനേ ഉള്ളൂ ഈ റൊട്ടിപ്പടി, അവിടത്തേക്ക് മാത്രം. അതുകൊണ്ട് വേറെ പരസ്യമായിട്ട് കൊടുക്കാനൊന്നുമില്ല. അനസ് തങ്ങൾ അതും ചുരുട്ടിയിട്ട് ഒരു കടലാസിലിട്ട് പൊതിഞ്ഞു ഓടിയും റസൂലുള്ളാഹിന്റെ അരികിലേക്കല്ലേ ഓടിച്ചെന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു. അനസ് തങ്ങൾ അങ്ങ് റസൂലുള്ളാഹിന്റെ അരികിലെത്തിയിട്ട് ഈ പൊടി ഇതിട്ട് പുതിയിട്ട് പോകുക. അനസ് തങ്ങൾ അങ്ങ് കണ്ടവിടെ റസൂൽ ചോദിക്കുക, അബൂ തൽഹ വിട്ടതാണ് അനസേ, മോനെ അനസേ, തൊൽഹത്ത് വിട്ടതാണോ? എന്നിട്ട് 70 സ്വഹാബികൾക്കാണ് ആ ക്ലാസ്സില് 70 മുത്തഅല്ലിമീങ്ങളുള്ളത്. അപ്പൊ റസൂലുള്ള പറയാ, നമ്മുടെ അബൂ തൽഹത്ത് വീട്ടിൽ എന്താ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് തോന്നുന്നു, അനസിനെ പറഞ്ഞു, വരി എല്ലാരും പോകുക. അനസ് തങ്ങള് കയ്യിലൊന്നുമില്ലല്ല. അനസ് ഒരൊറ്റോട്ടം വീട്ടിലേക്ക് ഉമ്മാന്റെ അരികിൽ, ഉമ്മ എല്ലാരും കൂട്ടിനെ വരുന്നേ, റസൂലുള്ളാഹി എല്ലാരും കൂട്ടി വരുന്നേ. സുബ്ഹാനല്ലാഹ്. അനസ് തങ്ങളെ കണ്ടതും റസൂലുള്ളാഹി പറയാ, അനസേ, അബൂ തൽഹ വിട്ടതായിരിക്കില്ലേ? ഉടൻ സ്വഹാബത്തിനോട് പറയും, എല്ലാവരും എഴുന്നേൽക്കി, വീട്ടിലെന്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അബൂ തൽഹത്തെ അനസിനെ വിട്ടിട്ടുണ്ട്, വിളിക്കാൻ പോകുകയാണ്. എല്ലാരും പോയി. 70 ആളും. അനസ് തങ്ങള് വന്ന് അബൂ തൽഹ പറക്കുന്നു. അബൂ തൽഹത്ത് തങ്ങൾ പഠിച്ചവന്. അപ്പൊ ഭാര്യ പറയാ, നിങ്ങളെ ആരാ വരുന്നോയിക്കോളി, മുഹമ്മദുർ റസൂലുള്ളാഹ്. റസൂലുള്ള വരുന്നത് റസൂലുള്ളാഹിക്ക് അറിയാം. ഇവിടെ എന്തൊക്കെ ഉള്ളത് ഇല്ലാത്തതൊക്കെ അറിയാം. നിങ്ങൾ ഇങ്ങനെ ഇടങ്ങാറാകണ, വരട്ടെ കേട്ടാള്, റസൂൽ അങ്ങോട്ട് വരട്ടെ. നിങ്ങളെ അല്ലാഹുവിന്റെ ഹബീബ് വന്നു. സുബ്ഹാനല്ലാഹ്. എവിടെ യാ ഉമ്മ സുലൈം, എവിടെ എവിടെ ഭക്ഷണമൊന്നുമില്ലേ? അപ്പൊ ഇവിടെ ഉള്ളതൊക്കെ കൊടുന്നു, ഇപ്പൊ കൊടുന്നേക്കുന്നായിരുന്നു. മഹദി പറയാ, ഇവിടെ വീട്ടിലുള്ള മുഴുവപ്പ് കൊടുന്നോക്കോടെയായിരുന്നു. അങ്ങനെ ഒരു പാത്രത്തില് അനസിതങ്ങളുടെ കയ്യിലെ റൊട്ടിപ്പൊടി ഇല്ലേ, ആ റൊട്ടിപ്പൊടി കൊണ്ട് 2 പത്തിരി ചപ്പാത്തി ചുട്ടിട്ടുണ്ട്. ആ ചപ്പാത്തി കൊണ്ടേയോട് മുന്നിൽ വെച്ചു റസൂലുള്ളാഹിന്റെ മുന്നില്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. റസൂലുള്ളാഹി പറയാ, 10 ആളുകൾ വീതം വരും, 10 റസൂലുള്ളാഹി വിളിക്ക 10 സ്വഹാബികളെ. അപ്പോ അബൂ തൽഹത്തുൽ അൻസാരി തങ്ങൾ പറയാ, പഠിച്ചവനെ എന്താ ഞാൻ പറയാ, എന്റെ ഭാര്യയുടെ ഹിമ്മത്താണെങ്കിലോ
എന്താണ് അവരുടെ ഹിമ്മത്ത്? റസൂലുള്ളാഹ് എന്നെങ്ങനെ പറയും? നിങ്ങൾ എന്താ ഈ വിചാരിക്കും? റസൂലുള്ളാഹ് അങ്ങനെ 10 പേര് നല്ലോണം കടിക്കുന്നു. ആ ചപ്പാത്തി അവിടെ തന്നെ ഉണ്ട്, നല്ലോണം കഴിക്കന്നെ. മഴ നിറഞ്ഞാ പോകാം, അടുത്ത 10 70 പേർക്ക് എന്റെ ചെറുപ്പക്കാരെ 70 പേരും കടിച്ചു. എന്നിട്ട് അനസേ മോനെ വരി എല്ലാരും കഴിക്ക. അപ്പൊ റസൂലേ അവിടുന്ന് അത് കഴിക്കുമ്പോ മെല്ലെ ഉമ്മ പറയാ, ഞങ്ങൾക്കൊരു തുണ്ടെടുത്ത് വെക്കാന്. ഒരു തുണ്ടേ, നിങ്ങൾക്ക് നല്ലോണം വേറെന്നറിയാൻ ഇവിടെ ഉണ്ട്. റസൂൽ എല്ലാരും കടിച്ചു. ബാക്കി വെച്ചുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണെന്നറിയോ? അതിൽ ഒട്ടിപ്പിടിച്ച വേറുമായിരിക്കുന്ന സ്വഹാബികൾ അവിടെയുണ്ട്. ഒരു സ്വഹാബി വല്ലാതെ വിശന്നിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ അറിയുമ്പോ റസൂലുള്ളാഹി അവരെ വയർ നിറപ്പിക്കാനാണ്. എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, ഞാൻ ഈ പറഞ്ഞത് എന്തിനാണ്? നമ്മൾ സാധുക്കൾ, പക്ഷേ അല്ലാഹു തആല ഇവിടെ കുടുക്കിയിട്ടില്ല നല്ല ഭക്ഷണം. പട്ടിണി കിടക്കാൻ വേണ്ടി പരിസരത്ത് ആരെങ്കിലും പട്ടിണി കിടക്കുന്നൊരവസ്ഥ ഉണ്ടോ? അത് ഈ മജ്‌ലിസ് നിലനിൽക്കുന്ന കാലത്തോളെ നമ്മുടെ ഈ പരിസരങ്ങളൊന്നും ആഫത്തൊന്നും കൊടുക്കുമ്പോൾ അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് അല്ലാഹു തആല ചെയ്ത നിഅമത്ത് എന്ന് പറഞ്ഞ കഴിഞ്ഞൊരു പ്രാവശ്യം ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി ഓർക്കുന്നുണ്ടോ? ഇറാഖിലെ ഗൗസുൽ ആലമിന്റെ പേരക്ക് ഗൗസുൽ ആലമിന്റെ ചാരത്ത് കുറെ ആളുകൾ സിയാറത്തിന് പോയി. ഗൗസുൽ ആലമിന്റെ ചാരത്ത് സിയാറത്ത് കഴിഞ്ഞിട്ട് മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ഗൗസുൽ ആലമിന്റെ ചാരത്തെ സിയാറത്ത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തൊരു ഹോട്ടലിൽ കയറി. അങ്ങനെ ഹോട്ടൽ കയറി ഭക്ഷണം കഴിക്കാൻ പോയപ്പോ 10-25 വയസ്സ് നല്ല ആരോഗ്യമുള്ള ഒരു കുട്ടിയും നല്ല ഈമാനിന്റെ പ്രഭ, യുവാക്കളെ ഈമാനിന്റെ പ്രഭയുള്ളൊരു കുട്ടി. അപ്പൊ അവനിങ്ങനെ ഹോട്ടലിലേക്ക് എത്തി വെക്കും. നേരത്തെ പറഞ്ഞാൽ എത്തി വെക്കുന്ന രംഗം, എത്തി വെക്കും, വീണ്ടും തലെടുക്കും, വീണ്ടും എത്തി വെക്കും. അപ്പൊ എത്തി വെക്കുമ്പോ നമ്മളെ കൂട്ടത്തില് ഒരാചാര്യണ്ട്. അപ്പൊ ആളിങ്ങനെ വിളിച്ചു, ഇങ്ങനെ അങ്ങനെ ഉണ്ടല്ല, ചായ എടുക്കണ വെച്ചു. ഒരു ഇറാഖി കുട്ടിനോട് മലയാളത്തിൽ ചായ എടുക്കണ വെച്ചു, അങ്ങനെ ഉണ്ടാവും. ഈ ആചാര്യക്ക് പത്രേ ഉള്ളൂ, ചായ എടുക്കണ വെച്ചു. ഇയാളൊന്നും മുണ്ടണില്ലട്ടാ. അപ്പൊ കൈയോണ്ട് ഇങ്ങനെ മാടി വിളിച്ചു. മാടി വിളിച്ചപ്പോ ആ കുട്ടി നല്ല ആരോഗ്യമുള്ള ഒരുത്തനും ഗൗസുൽ ആലമിന്റെ നാട്ടിലെ മക്കളാ. ആ കുട്ടി മെല്ലെ വന്നു. അപ്പൊ ചായ ഒഴിക്കുമ്പോ മുണ്ടണില്ലട്ടാ. കൈയോണ്ട് ഇങ്ങനെ ആകെ കാണിച്ചപ്പോ കുട്ടിയുടെ കണ്ണിൽ ഇങ്ങനെ വെള്ളം എടുക്കണം. അപ്പൊ അവിടെ ഇരിക്കാൻ പറഞ്ഞു. ജ്യേഷ്ഠാനുജന്മാരെ, അള്ളാഹുവിന്റെ വീട്ടിൽ വെച്ച് കഥ പറയല്ല, ആ കുട്ടിയുടെ കരച്ചിൽ ഈ കണ്ണുകൊണ്ട് കണ്ടത് പറയാണ്. അങ്ങനെ അവന്റെ കണ്ണിൽ വെള്ളം ഇങ്ങനെ ഒഴുകിയിട്ടാ. അപ്പൊ അവനോടവിടെ ഇരിക്കാൻ പറഞ്ഞു. എല്ലാവരും കഴിക്കുന്ന കൂട്ടത്തിൽ അവന് 2 പൊറാട്ട ഒരു ചായ വാങ്ങിക്കൊടുത്തു. അപ്പൊ അവൻ ഒരു പൊറാട്ട ഇങ്ങനെ ഒരാചാര്യ വാങ്ങിക്കൊടുത്തതാ. അപ്പൊ ഒരു പൊറാട്ട ഇങ്ങനെ കഴിച്ചിട്ടേ രണ്ടാമത്തെ പൊറാട്ട എടുത്തിട്ട് ആ കുട്ടി ആചാര്യോട് ചോദിക്കത്, എന്റെ ഉമ്മാക്കൊണ്ടേ കൊടുക്കട്ടെ, ഇതെന്റെ ഉമ്മാക്കൊണ്ടേ കൊടുക്കട്ടെ. ഈ ആചാര്യക്ക് തീയുന്നില്ല. എന്താണ് ഈ മോൻ പറയും, എന്താണ് ഈ കുട്ടി പറയുന്നത്? ആചാരേ, ആ ഒരു പൊറാട്ട അതിന്റെ ഉമ്മാക്കൊണ്ടേ കൊടുക്കട്ടെ എന്നാ കുട്ടി ചോദിക്കണത്. ഈ ആചാര്യ കുറച്ച് കൂടുതൽ പൊറാട്ടയും കറിയും കുബൂസൊക്കെ വാങ്ങിക്കൊടുത്തു. അവനങ്ങനെ പോയി. അപ്പൊ പ്ലാസ്റ്റിക്കിന്റെ കവറേറ്റ് ഒരു ചെറിയ നീല പ്ലാസ്റ്റിക്കേറ്റ് ഇങ്ങനെ മേഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ വീടൊന്നല്ലാന്ന്, അതിന്റെ മുകളിൽ 4 ഭാഗത്ത് കല്ല് വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഉണ്ട് ഉമ്മയും ഇവന്റെ 2-3 പെങ്ങന്മാരും. ആ ഉമ്മാന്റെ കയ്യില് ഈ മോൻ പോയിട്ടതങ്ങ് കൊടുക്കുമ്പോ ആ തള്ളന്റെ കരച്ചില്, ആ തള്ള, ആ പെൺകുട്ടികളുടെ ഒരു ആർത്തി ഉണ്ടല്ല, സുബ്ഹാനല്ലാഹ്, ഉമ്മന്റെ ഒരു ദുആ. മുസ്ലിമീങ്ങളെ, അത് ഇറാഖിലെ കുട്ടിയല്ലേ, ഇറാഖിലെ കുട്ടിയല്ലെന്ന് വിചാരിക്കുന്നു. ചിലപ്പോ നാളെ എങ്ങാനും ഈ അടുത്ത് നാളെ എന്ന് പറയേണ്ട ചെന്നൈയില് കോടികൾ ആസ്തിയുള്ള, കോടിക്കണക്കിന് രൂപകൾക്ക് കഴിവുള്ള ആളുകൾ ഒരു ഗ്ലാസ് വെള്ളത്തിന് ദാഹിച്ചില്ലേന്ന് മുകളിൽ നിന്ന് ഒരു ഗ്ലാസ് ഒരു ചെറിയ വെള്ളപ്പാട്ടിന് എറിഞ്ഞു തരുമോ? ഒരു ചെറിയൊരു വെള്ളക്കുപ്പി എറിഞ്ഞു തരുമോ? എത്ര വലിയ മുതലാളിമാരെ ഈ ചെന്നൈയില്, മദ്രാസില്, ഇറാഖ് എന്നൊക്കെ പറയുമ്പോ അതങ്ങനെയാണെങ്കിൽ ഈ അടുത്ത് നിങ്ങൾക്കൊക്കെ അറിയില്ലേ ചെന്നൈയിൽ നടന്നത്, മദ്രാസിൽ നടന്ന ചില അവസ്ഥകൾ. സുബ്ഹാനല്ലാഹ്, പട്ടിണി കിടന്ന് പിടഞ്ഞു മരിച്ചവര്, പിടഞ്ഞ ആളുകള്, വെള്ളം കിട്ടാതെ പിടഞ്ഞവര് എത്രയാണ് നമ്മുടെ മദ്രാസിൽ ഇപ്പൊ അടുത്ത് അല്ലാഹു തആല കാണിച്ചു കൊടുത്തതല്ലേ. നാളെ നമ്മുടെ പരിസരങ്ങളിലെങ്ങാനും യജമാനനായ റബ്ബ് ഒന്ന് പിടിച്ചു കുലുക്കിയാൽ അല്ലാഹു കാക്കട്ടെ, അല്ലാഹു തആല കാക്കട്ടെ. സാഹചര്യം നോക്കൂ നിങ്ങൾ. ഞാൻ ആ അവസ്ഥ ഒന്ന് ഓർമ്മയിൽ മനസ്സിൽ കരുതാൻ വേണ്ടി പറയാ. തീർച്ചയായും നിങ്ങളോട് ചോദിക്കപ്പെടും
നിങ്ങൾ അല്ലാഹു നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും അല്ലാഹു നിങ്ങളോട് ചോദിക്കുന്നതാണ്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വഹാബികളെ, 3 കാര്യം പിടിച്ച് മുഴുവൻ അനുഗ്രഹങ്ങളെക്കുറിച്ചും അല്ലാഹു ചോദിക്കുന്നവരെ. യാ റസൂലല്ലാഹ്, ആ ചോദ്യമില്ലാത്ത 3 കാര്യങ്ങൾ ഞങ്ങൾ അതിൽ പെടോ? ഏതൊക്കെയാണ് തങ്ങളെ? സ്വഹാബികൾ എങ്ങനെ പതറുന്നു? കാരണം അവരതിന് വേണ്ടി ജീവിക്കുന്നവരല്ലേ. റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗത്തിൽ ഇങ്ങനെ പാടിക്കളിക്കണം, അതിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നവര്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ്, إلا من خرقة ستر بها عورته وإلا من كسرة خبز سد بها جوعته وإلا من قل يتدخل فيه من الحر والقر. قال رسول الله. തീരെ ചോദ്യമില്ലാത്ത 3 കാര്യങ്ങൾ എല്ലാത്തിനെ കുറിച്ച് അല്ലാഹു തആല ചോദിക്കും. ചോദിക്കാതെ ഒരാളെയും വിടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗിബ്ബൻ എന്ന ഹദീസുകൾ കാണാം, ഒന്നരാടെ ഇടവിട്ട് ഫാത്തിമയുടെ അരികിലേക്ക് റളിയല്ലാഹു അൻഹാ മഹദിയുടെ അരികിലേക്ക് പോകും. ഒരു ദിവസം അവിടുത്തെ അരികിൽ ചെന്നു. 2 കുട്ടികൾ അങ്ങനെ കിടന്ന് കരയുന്നു. ഫാത്തിമ ഒരു ഭാഗത്തിരിക്കുന്നു. റസൂലുള്ളയാണ് വീട്ടിലേക്ക് ചെന്നത്. സാധാരണ വലിയുപ്പയെ കണ്ട ഓടി വന്ന് മടിയിലിരുന്ന് താടി പിടിച്ചു കളിക്കുന്ന ആ പിഞ്ചു പൈതലുകൾ അന്ന് കരച്ചുമില്ല, ഒന്നുമില്ല, കിടപ്പിലാണ്. മോളെ ഫാത്തിമ, എന്തിനാ എന്റെ കുട്ടികൾ അങ്ങനെ കിടക്കുന്നത്? എന്ത് പറ്റി എന്റെ മക്കൾക്ക്? അവർ ഉറങ്ങിയിട്ടല്ല, അവർ എന്നെ നോക്കുന്നുണ്ടല്ലോ. ഫാത്തിമ, ആ മക്കൾ എന്നെ നോക്കിയിട്ടങ്ങനെ കിടക്കുകയാണ്. റസൂലുള്ളാഹിക്ക് ഉൾക്കൊള്ളാൻ വയ്യ. കാരണം കേറുമ്പോഴേക്കും ഓടി വന്ന് ചാടിക്കളിക്കുന്ന പേരക്കിടാങ്ങൾ. ആ പേരക്കിടാങ്ങളാണ് ഉപ്പാപ്പാനെ നോക്കിയിട്ടങ്ങനെ കിടക്കുന്നത്. വാ അബത്താ, ഉപ്പാ, നിങ്ങളുടെ പേരക്കുട്ടികൾ, ആ 2 പൊന്നുമക്കൾ ഇന്നലെ രാത്രിയൊന്നും കടിച്ചിട്ടില്ല ഉപ്പാ, ഇന്ന് രാവിലെയും കടിച്ചിട്ടില്ല, ഉച്ചക്കൊന്നും കിട്ടിയിട്ടില്ല. അവരുടെ ബാപ്പ പോയിട്ടുണ്ട്, ജോലി കഴിഞ്ഞ് വൈകുന്നേരം വരുമ്പോ വല്ലതും കൊണ്ടുവരും. പട്ടിണി കാരണത്താൽ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് സംസാരിക്കാൻ മുണ്ടാൻ കഴിയാതെ ആ മക്കൾ കിടക്കുകയാണ്. നബിയേ, ഉപ്പാ. ഫാത്തിമ റളിയല്ലാഹു അൻഹ, മോളെ, നിങ്ങളും ഞങ്ങളുടെ മക്കളും ഇന്ന് ഒരു ദിവസമാണ് കഴിച്ചിട്ടുള്ളതെങ്കിൽ ഉപ്പാന്റെ അവസ്ഥ കേൾക്കണോ നിങ്ങൾക്ക്? റസൂലുള്ളാഹിന്റെ മനസ്സ് തുറന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സങ്ങ് തുറക്കുകയാണ്. മോളെ, ഈ ഉപ്പയുടെ അവസ്ഥ കേൾക്കണോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നിങ്ങൾ ഒരു ദിവസമാണെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞു മോളെ അവിടുത്തെ വസ്ത്രം ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുത്തപ്പോ റസൂലുള്ളാഹി ഒരു ബാപ്പാന്റെ റസൂലുള്ളാഹിന്റെ വയറ് കാണാൻ വയ്യ. അവിടുത്തെ വയറ്റിൽ കല്ല് വെച്ച് കെട്ടിയ കാഴ്ചകള്. ആ പൊന്നുമോൾ ഉപ്പാൻ അടച്ചുകൂട്ടി. ഉപ്പാ എന്താണിത്? മോളെ, 2-3 ദിവസമായി മോളെ, ഞാൻ ഭക്ഷണം കഴിച്ച് 2-3 ദിവസമായി. ആ മോള് കരഞ്ഞു, പേരക്കുട്ടികളും കരഞ്ഞു, എല്ലാവരും കരഞ്ഞപ്പോ റസൂലുള്ളാഹി ഇറങ്ങിത്തിരിച്ചു. മാഷാ അല്ലാഹ്, അവിടുന്ന് ഇറങ്ങിത്തിരിക്കുകയാണ്. മോളെ, ഞാൻ എന്റെ കുട്ടികൾക്ക് കൊണ്ടുവരാം. പുറത്തേക്ക് പോകുമ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ വരുന്നു പള്ളിയിലേക്ക്. സിദ്ദീഖേ, എന്തിനാണ് നേരത്തെ തന്നെ പള്ളിയിലേക്ക് സാധാരണ ഈ സമയത്ത് വരാറില്ലല്ലോ അബൂബക്കറേ? സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നബിയേ, ഫാത്തിമ എന്ന അവിടുത്തെ പെണ്ണുമോളും അവിടുത്തെ പേരക്കുട്ടിയുടെ അരികിൽ നിന്നും എന്ത് കാരണം കൊണ്ടാണ് അങ്ങ് ഇറങ്ങിപ്പോകുന്നത്? അതേ കാരണമാണ് നബിയേ. ആ ഒരു കാരണം വെച്ച ഞാൻ വന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും വരുന്നു. അവളും ചോദിച്ചു, ഉമർ തങ്ങളും പറഞ്ഞ മറുപടി അതാണ്, വീട്ടിലെ കുട്ടികൾ ഇങ്ങനെ കരയും, കൊടുക്കാനൊന്നുമില്ല. അപ്പൊ ഞാൻ നേരത്തെ പള്ളിക്ക് വന്നതാണ്. മക്കളെ കരച്ചിലേ, കുട്ടികൾ ഇങ്ങനെ കരയും,
അപ്പൊ ഈ പേരക്കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ സ്വന്തം മക്കളാണ് ഈ മധുരം. ഈ വയസ്സായ ആളുകളൊക്കെ പറയും പേരക്കുട്ടിന് ഇരട്ടി മധുരാന്നൊക്കെ. ഇരട്ടി മധുരം തന്നെയാണത്. അപ്പോ ഈ പേരക്കുട്ടികൾ ഇങ്ങനെ കരയുമ്പോ അവര് ഭക്ഷണത്തിനാണ്, തുള്ളി ചായക്കാണ് കുട്ടിക്കോളി. അപ്പൊ കാണാൻ വയ്യ. തങ്ങളെ ഞാൻ നേരത്തെ വന്നതാണ്. റസൂലുള്ള പറയാ, എന്റെ ഉമറേ നമുക്ക് പോയി നോക്കാം. അബുൽ ഹൈസം അല്ലാഹു അൽപൻ നിഅമത്ത് കൊടുത്തൊരു വ്യക്തിയാണ്. അബുൽ ഹൈസമിന്റെ വീട്ടിലേക്കൊന്ന് പോയി നോക്കാം. ഉണ്ട് എങ്കിൽ നമുക്ക് കിട്ടിയാൽ നമ്മുടെ കുട്ടികൾക്ക് കൊണ്ടുപോയി കൊടുക്കണം. രണ്ടാളുടെയും കൈപിടിച്ചിട്ട് മഹാനായ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ പോകുന്നു. അബുൽ ഹൈസമിന്റെ വീട്ടിൽ ചെന്ന് അസ്സലാമു അലൈക്കും യാ അഹ്ല ഹാദിഹി ദാർ. റസൂലുള്ളാഹി സലാം ചൊല്ലി. ആശിഖ്യങ്ങളെ മടക്കുന്നില്ല സലാം. രണ്ടാമതും ചൊല്ലി സലാം മടക്കുന്നില്ല. മൂന്നാമതും ചൊല്ലി അവിടുന്ന് സലാം മടക്കുന്നില്ല. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, ഉമറേ ആ വീട്ടിലുള്ളവരൊന്നും സലാം അടക്കുന്നില്ല, നമുക്ക് പോക പള്ളിയിലേക്ക് തന്നെ. മൂന്നാളും അങ്ങ് തിരിച്ചപ്പോ വഅലൈക്കുമുസ്സലാം 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 യാ റസൂലല്ലാഹ്. 3 പ്രാവശ്യം ആ വീട്ടിലെ സഹോദരിയതാ സലാം അടക്കിയിട്ട്, നബിയേ അങ്ങ് വീട്ടിൽ കിടന്നിരിക്കു തങ്ങളെ, എന്റെ ഭർത്താവ് വെള്ളം കൊണ്ടുവരാൻ പോയിരിക്കുകയാണ്. അങ്ങ് ആദ്യമായി അസ്സലാമു അലൈക്കുമെന്ന് പറഞ്ഞപ്പോ ഞാൻ വന്നു നോക്കി, ആരാണ് സലാം പറയുന്നത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ നാവ് കൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹുവിന്റെ രക്ഷ നിങ്ങളുടെ വീട്ടിലുണ്ടാവട്ടെ എന്നാണല്ലോ. ഞാൻ വിചാരിച്ചു, പടച്ചവനെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവ് കൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലാകെ റഹ്മത്തല്ല നിറക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്നും കൂടെ പറഞ്ഞെങ്കിൽ, ഒന്നും കൂടെ എന്നെ കുട്ടികളിലും മക്കളിലും കുടുംബത്തിലൊക്കെ ബറക്കത്ത് കിട്ടും. അപ്പൊ അങ്ങ് ഒന്നും കൂടെ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, പടച്ചവനെ, ഒരു പ്രാവശ്യം കൂടെ റസൂലുള്ളാഹിന്റെ നാവ് കൊണ്ട് പറഞ്ഞാൽ എന്റെ വീടും പരിസരവും പറമ്പൊക്കെ റാഹത്തായിരിക്കും. അതുകൊണ്ടാണ് നബിയേ ഞാൻ സലാം മടക്കാതിരുന്നത്. വഅലൈക്കുമുസ്സലാം. അല്ലാഹുവിന്റെ ഹബീബ് 2 മുത്തുകളുടെ കൈപിടിച്ച് സിദ്ദീഖ് തങ്ങൾ ചൊല്ലു റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ 2 മുത്തുകളുടെ കൈപിടിച്ചുകൊണ്ട് അബുൽ ഹൈസമിന്റെ വീട്ടിൽ ചെന്നിരുന്നു. അപ്പോഴാണ് ഓടി വരുന്നു, ഇന്നാ ബൈതൽ അൻത സാകിബഹു ലൈസാ മുഹ്താജൻ ഇലാ സുരുജി. റസൂലുള്ളാഹിന്റെ വീട്ടിലിരുന്നാ പിന്നെ അതിന്റെ ഭാഗം പറയണ്ടല്ല. അബുൽ ഹൈസം തങ്ങൾ അകലെ നിന്ന് ഓടി വന്നു, യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയേ അങ്ങ് ഇങ്ങോട്ട് വന്നത്? വല്ല കാരണമുണ്ടെങ്കിൽ അങ്ങ് അറിയിച്ചാൽ ഞാൻ അങ്ങോട്ട് വരുമല്ലോ. എന്നാലും അൽഹംദുലില്ലാഹ്, ആരാണ് എന്റെ വീട്ടിലെ ഏറ്റവും വലിയ മഹാൻ? മുഹമ്മദുർ റസൂലുള്ളാഹ്. അമ്പിയാക്കളെ കഴിഞ്ഞാൽ ഏറ്റവും വലിയ 2 മുത്തുകൾ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്. ഈ 3 മുത്തുകൾ എന്റെ വീട്ടിലിപ്പുള്ളത്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. യാ റസൂലല്ലാഹ്, ഞാൻ എന്റെ ഭാര്യയോട് ഭക്ഷണം പാകം ചെയ്യാൻ പറയുന്നുണ്ട്. എന്റെ സിദ്ദീഖിന്റെ വാര് കാണാൻ വയ്യ, എന്റെ ഉമറിനെ കാണാൻ വയ്യ, വല്ലാത്ത വിശപ്പ്. കൂട്ടുകാരാണ്, ഉമറിനെ കാണാൻ വയ്യ, വല്ലാത്ത വിശപ്പുണ്ട്. എന്നിട്ട് അബൂൽ ഹൈസം തങ്ങള് റസൂലുള്ളാഹിനോട് തമാശ രൂപത്തിൽ പറയാ, അങ്ങ് നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടല്ല, അങ്ങ് നല്ല ഭക്ഷണം. അവിടെ നിന്ന് പറഞ്ഞു, അബുൽ ഹൈസമേ, ഞാൻ നല്ലോണം കഴിച്ചിട്ടുണ്ട്, കാണണ. റസൂലുള്ളാഹി ഇങ്ങനെ വസ്ത്രം പൊക്കി കാണിച്ചു കൊടുത്തു. യുവാക്കളെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ വസ്ത്രം പൊക്കിയപ്പോ അബുൽ ഹൈസം തങ്ങളുടെ എല്ലാ തമാശകളും പോയി. ഓടിച്ചെന്ന് ഈത്തപ്പന വൃക്ഷത്തിൽ വലിയൊരു മുതലാളിയാണ്. ഈത്തപ്പന വൃക്ഷത്തിൽ കയറിയിട്ട് പഴുത്ത പഴങ്ങൾ പറിച്ചു കൊണ്ടുവന്ന് റസൂലുള്ളാഹിന്റെ മടിയിൽ വെച്ചിട്ട് പറഞ്ഞു, നബിയെ, ഭക്ഷണം പാകമാക്കുന്നുണ്ട് എന്റെ ഭാര്യ, അതുവരെ കാണാൻ വയ്യ, ഈ പഴം അല്പം കടിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് 3 ഓഹരിയാക്കി വെച്ചു. യുവാക്കളെ, 3 ഓഹരിയാക്കി വെച്ചു. ഒരു ഓഹരി, ഉമറേ നല്ല വിശപ്പുണ്ടാകുമല്ലോ, ഇതാ പിടിച്ചോളി. ഉമർ തങ്ങളുടെ
തങ്ങളുടെ മടിയിൽ വെച്ചു, മറ്റൊരു ഓഹരി സിദ്ദീഖ് തങ്ങളുടെ മടിയിലും. പക്ഷേ വിശപ്പിന്റെ കാഠിന്യമുള്ള ഉമറുൽ ഫാറൂഖ് തങ്ങള് സ്വന്തം ഉപ്പയുടെ മുന്നിൽ വെച്ചൊക്കെല്ലേ മക്കൾക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കാനൊക്കെ കഴിയുള്ളൂ. ഉമറുൽ ഫാറൂഖ് തങ്ങള് നല്ല വിശപ്പുള്ള സമയ ഒരു പഴം എടുത്ത് കഴിച്ചു. ഒരു പഴം മെല്ലെ എടുത്ത് കഴിച്ചപ്പോ, എന്റെ ഉമറേ, താങ്കൾ കടിച്ചുപോയ ഈ പഴമുണ്ടല്ലോ, ഈ പടത്തെക്കുറിച്ച് ഖാലിഖായ റബ്ബ് ചോദിക്കും. ഉമറേ, എന്താണങ്ങ് മറുപടി കൊടുക്കുക? ഖാലിഖായ റബ്ബ് അങ്ങോട് ചോദിക്കുമ്പോ എന്തവിടുന്ന് മറുപടി കൊടുക്കും? ഉമറേ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഉമറേ, യാ റസൂലല്ലാഹ്, ഈ ചെറിയ പടത്തെക്കുറിച്ച് പോലും അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്ത് വെച്ച് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഇറക്കിപ്പോയ പടമതാ കാർക്കിച്ചു തുപ്പിയിട്ട്, യാ റസൂലല്ലാഹ്, ഈ ചെറിയ പടത്തെക്കുറിച്ച് പോലും അല്ലാഹു ചോദിക്കുമെന്നാണോ എന്റെ ഉമറേ? ഓ സിദ്ദീഖേ, നിങ്ങളൊക്കെ എന്താണ് മനസ്സിലാക്കിയത്? അല്ലാഹു തആല അവന്റെ അടിമകൾക്ക് കൊടുക്കുന്ന റഹ്മത്തുകൾക്ക് കണക്കുകളില്ലല്ലോ, അനുഗ്രഹങ്ങൾക്ക് കണക്കുകളില്ലല്ലോ. ഒരു 10 മിനിറ്റ് നമ്മൾ 2 കണ്ണിന്റെ കാഴ്ചയൊന്ന് പോയാൽ, അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ അല്ലാ, നിന്റെ മഹൽ ഫള് കൊണ്ട് ഞങ്ങളെ കാക്കണേ അല്ലാ, പെട്ടെന്ന് ഞങ്ങളെ കുരുടന്മാരാക്കല്ല അല്ലാ. ഒരു 10 മിനിറ്റ് എങ്ങാനും ഈ കൈ വെക്കാൻ കഴിയാതെ വന്നാൽ, ഒരു 5 മിനിറ്റ് നമ്മുടെ കൈയൊന്ന് വെക്കാൻ, ഒരു വിരലൊന്ന് അനക്കാൻ കഴിയാതെ വന്നാൽ, ഇസ്ലാമിന്റെ ദീനിന്റെ പടയാളികളായ ഞങ്ങളുടെ അനുജന്മാരെ ഈ ദുനിയാവിന്റെ പളപളപ്പിൽപ്പെട്ടുകൊണ്ട് എന്തൊക്കെയാ പിടുത്തമില്ലല്ലോ. ഒന്ന് വിരലനക്കിപ്പാൽ കഴിയാതെ വന്നാൽ, ഒരു ഭാഗമൊന്ന് തളർന്നുപോയാൽ എന്താണ് നമ്മുടെ അവസ്ഥ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് പറയുന്നു, എന്റെ ഉമറേ, മുഴുവൻ അനുഗ്രഹങ്ങളെ കുറിച്ചും 1 മിനിറ്റ് വിരലൊന്ന് അനക്കാൻ കഴിയുന്നത് പടച്ച റബ്ബ് ചെയ്ത നിഅമത്താണ്, റഹ്മത്താണ്. കഴിയാത്തവരെത്രയാ? മെഡിക്കൽ കോളേജുകളൊക്കെ പോയി നോക്കിയാൽ അറിയാം എത്രയാണ് കഴിയാത്ത ആളുകൾ അനങ്ങാൻ കഴിയാതെ കിടക്കുന്നത്. ഇന്നലെ ഒരു നല്ല ചെറുപ്പക്കാരൻ അൻവർ എന്ന, അല്ലാഹു തആല സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ആ കുട്ടിക്ക് അല്ലാഹ് ശിഫ കൊടുക്കുമാറാവട്ടെ, ആ കുട്ടിക്ക് അല്ലാഹു തആല ശിഫ കൊടുക്കുമാറാവട്ടെ. ജ്യേഷ്ഠാനുജന്മാരെ, ഇന്നലെ അൻവർ ഒരു ചെറുപ്പക്കാരനാണ്. അപ്പൊ അവന് റാസൽ ഖൈമിയിലാ ഉള്ളത്. വാഹനത്തിന്റെ ടയർ പൊട്ടിയപ്പോ നമ്മള് അത് വെച്ച് ടയർ നന്നാക്കാൻ ഉള്ളോട്ടൊന്നും വെച്ചില്ലേ, വാഹനം അങ്ങനെ ഇരുന്നു. അങ്ങനെ ഒരു ഭാഗം മൊത്തം തലയുടെ ഭാഗത്തായിപ്പല്ല, ഏകദേശം ഇപ്പൊ ഒന്നുമില്ല, ഒരു മുണ്ടാട്ടില്ല, ഒന്നുമില്ല. എന്താണ് അദ്ദേഹത്തിന്റെ ഒരു അനുജനും ഒരു അളിയനൊക്കെ അവിടെ ഉണ്ട്. എന്താ കരച്ചില്! ഇന്നത്തെ ഇവിടുത്തെ വേദി കണ്ടപ്പോ എന്നോട് പറഞ്ഞു, പ്രത്യേകം ഉസ്താദിനോട് പറഞ്ഞിട്ട്, തങ്ങൾ ഉസ്താദിനോട് പറഞ്ഞിട്ട് ചെറിയ ദുആ നടത്തണം, ദുആയിലൊന്ന് പെടുത്തണം. അൻവർ എന്നൊരു ചെറുപ്പക്കാരൻ, അല്ലാഹു തആല ശിഫ കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞത്, നല്ലൊരു ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ, ഒരു കാരണമില്ല ആ വാഹനം ചെറിയൊരു അമളി പറ്റി എന്ന് പറയാം. എന്റെ യുവാക്കളെ, അല്ലാഹു തന്ന നിഅമത്ത് നോക്കി നിങ്ങൾ നടക്കാൻ കഴിയാത്ത, ഇരിക്കാൻ കഴിയാത്ത എത്ര ആളുകളാണ്. പക്ഷേ റബ്ബ് നൽകിയ നിഅമത്ത് ഇല്ലാമി എന്റെ ഉമറേ, ആഖിറത്തിൽ ചോദ്യമില്ലാത്ത കാര്യം 3 കാര്യം മാത്രമാണ്. യാ റസൂലല്ലാഹ്, ഏതാണ് തങ്ങളെ? ഈ ഉമർ പെടുവോ? ഈ ഉമർ അതിൽ പെടുവോ? അവരുടെ അവിശ്യാത അവിടുന്ന് പറയുന്നു, ഇല്ലാമിൽ ഖിർഖത്തിൽ സതറ ബിഹാ ഔറതഹു. ഉമറേ, ഒരു മനുഷ്യന് നിസ്കരിക്കാൻ സമയമായി, ദുഹർ ബാങ്ക് വിളിച്ചു, പക്ഷേ ഔറത്ത് മറക്കാൻ ഒരു തുണിയില്ല, ഔറത്ത് മറക്കാൻ ഒരു തുണിയില്ല. അങ്ങനെ നിസ്കരിക്കണം, ടൈമൊക്കെ ആയി. പടച്ചവനെ, ഔറത്ത് മറക്കാൻ ഒരു തുണിയില്ല, ഞാൻ എന്ത് ചെയ്യും? അപ്പോഴാണ് ഏതോ ഒരു മനുഷ്യൻ ഔറത്ത് മറക്കാൻ ഒരു തുണി കൊടുത്തു.
ഒരു പഴയ തുണി ഔറത്ത് മറച്ച് ഒന്ന് നിസ്കരിക്കാൻ ഒരു തുണി കൊടുത്താൽ ആ തുണി അല്ലാഹു നൽകിയ റഹ്മത്താ, അവൻ കൊടുത്ത നിഅമത്താ. അതിനെക്കുറിച്ച് അല്ലാഹു ചോദിക്കുകയില്ല. ഉമറേ, ഖാല റസൂലുള്ളാഹി, ആ ഒരു നിഅമത്തിനെ കുറിച്ച് അതിലപ്പുറമായി രണ്ടാമത്തൊരു വസ്ത്രമുണ്ടോ, രണ്ടാമത്തൊരു തുണിയുണ്ടോ, അല്ലാഹു ചോദിക്കും. ഉമറേ, എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, ആഖിറത്തിൽ ചോദ്യമില്ലാത്ത ഒന്ന് നമ്മൾ പറഞ്ഞു. ഞാനടക്കമുള്ള നമ്മൾ ആരും മുതൽ പെട്ടിട്ടില്ല. നമുക്കൊക്കെ ഇഷ്ടം പോലെ വസ്ത്രങ്ങളുണ്ട്. നമ്മുടെ ഈ വസ്ത്രം ഔറത്ത് മറക്കുക എന്ന് പറഞ്ഞ മുട്ടുപൊക്കിലിടയിലുള്ള സ്ഥലം മാത്രം മറക്കാൻ ഒരു കഷ്ടം തുണി കിട്ടിയാൽ അതിനെക്കുറിച്ച് അല്ലാഹു ചോദിക്കൂല. അതിലപ്പുറത്തുള്ള ഏത് തുണി കിട്ടിയാലും, വസ്ത്രം ധരിച്ചാലും, ബനിയൻ ധരിച്ചാലും, തലപ്പാവ് ധരിച്ചാലും അല്ലാഹു ചോദിക്കും. ഉമറേ, രണ്ടാമത്തത് വഇല്ലാമിൽ കിസ്റത്തി ഖുബ്സിൻ സദ്ദ ബിഹാ ജുഅതഹു, വിശപ്പ് കാരണം സുജൂദിലേക്ക് പോകാൻ ഒരാൾക്ക് കഴിയുന്നില്ല. സുജൂദിലേക്ക് വിശപ്പ് കൂടിയിട്ട് സുജൂദ് ചെയ്യാൻ കഴിയുന്നില്ല, റുക്കൂയിലേക്ക് പോകാൻ കഴിയുന്നില്ല. അത് കണ്ടിട്ട് ആരെങ്കിലും ഒരു പത്തിരിയുടെ പകുതി, കിസ്റത്തി ഖുബ്സിൻ, ഒരു പത്തിരിയുടെ പകുതി, ഒരു പത്തിരിയല്ല, ഒരു പത്തിരിയുടെ പകുതി നൽകിയാൽ ഉമറേ, ആ പത്രിയുടെ പകുതി കടിച്ചാൽ അതിനെക്കുറിച്ച് അല്ലാഹു ചോദിക്കൂല. താങ്കൾക്ക് ഇന്ന് സുജൂദിലേക്ക് പോകാൻ കഴിയാത്ത കേടില്ല, താങ്കൾക്ക് റുക്കൂഇലേക്ക് പോകാൻ കഴിയാത്ത കേടില്ല എന്നിരിക്കെയാണല്ലോ ആ പടമെടുത്ത് കഴിച്ചത്. ഉമറേ, അല്ലാഹു ആ പടത്തെക്കുറിച്ച് ചോദിക്കും. ഉമറേ, ഖാല റസൂലുള്ളാഹി وإلا من قن يتبخر فيه من الحر والقر. ഉമറേ, മൂന്നാമത്തത് കേൾക്കണോ? ശക്തിയായ ചൂടും വല്ലാത്ത തണുപ്പും മടകളും കൊള്ളാതിരിക്കാനും തട്ടാതിരിക്കാൻ കിസ്റ അവിടുന്ന് തിന്നിൻ ഒരു ചെറിയ ചെറ്റക്കുടില്, അത് ഉള്ളോട്ട് പോകണമെങ്കിൽ തലതാറ്റി പോകണം, തേക്കാത്തൊരു ചെറ്റക്കുടില്, ആ ചെറ്റക്കുടിലുണ്ട് എങ്കിൽ അതിനെക്കുറിച്ചും അല്ലാഹു ചോദിക്കുകയില്ല. ഉമറേ, ആ ചെറ്റക്കുടിലില്ലാത്ത എത്ര ആളുകളുണ്ട്. അപ്പൊ ഈ ചെറ്റക്കുടിലിനെ കുറിച്ച് അല്ലാഹു തആല ചോദിക്കുകയില്ല. അതിലപ്പുറമായി എത്ര വീടുണ്ടോ, വലിയ വീടുകളുണ്ടോ, അല്ലാഹു ചോദിക്കും. ഉമറേ, ഇത് കേട്ടപ്പോ ധരിച്ചു നിൽക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, മെല്ലെ മെല്ലെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്തേക്ക് ഇങ്ങനെ അടുത്തടുത്ത് നിന്നിട്ട്, യാ റസൂലല്ലാഹ്, ഒരു മനുഷ്യന് ധാരാളം വസ്ത്രങ്ങളുണ്ട്, ധാരാളം ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനമുണ്ട്, അതുപോലെ വലിയ വീടുമുണ്ട്, ആ മനുഷ്യന് രക്ഷയില്ലയോ നബിയേ? സിദ്ദീഖേ, ഒരു മനുഷ്യന് എത്ര നല്ല വസ്ത്രമുണ്ടെങ്കിലും ഇസ്ലാമിൽ കുഴപ്പമില്ല. ഖാല റസൂലുള്ളാഹി, അല്ലാഹു തആല കൊടുത്ത ഹാജിമാരുണ്ടല്ലോ, അല്ലാഹു കഴിവ് കൊടുത്ത ഹാജിമാരുണ്ടല്ലോ, അവർ നല്ല വസ്ത്രം ധരിച്ച് നടക്കല് അത് നല്ലതാണ് സ്വഹാബികളെ. ഒരു നല്ല മുതലാളിയെ മദീനയിൽ കണ്ടു. റസൂൽ മുഷിഞ്ഞ വസ്ത്രവുമായി വന്നു. റസൂലുള്ള ചോദിച്ചു, നിങ്ങൾക്കെന്താ വല്ല കഴിവില്ല വല്ലതുമുണ്ടോ? അല്ലക്ക മാലുൻ, നിങ്ങൾക്ക് വല്ല മാലുണ്ടോ? യാ റസൂലല്ലാഹ്, നീ മാലുൻ, മാലി എന്ന് പറഞ്ഞ ധാരാളം ഒട്ടകങ്ങളുണ്ട്, കുതിരകളുണ്ട്, വലിയ വലിയ നിഅമത്തുകൾ അല്ലാഹു തന്നിട്ടുണ്ട്. അപ്പൊ പറയാ, ഇത്ര നിഅമത്ത് എന്നിട്ട് നിങ്ങൾ ഈ കീറിയ കുപ്പായം ധരിച്ചിറക്കണ, വല്ലാത്തൊരു ചോദ്യാണത്. നിങ്ങളെ പ്രൗഢിയോടെ നടക്കണ്ടേ? അത് കിബറല്ല, നല്ല ഭംഗിയിൽ നിഅമത്തുള്ളവരെ നല്ല ഭംഗിയിൽ നടക്കല് അത് വലിയ ആനന്ദ കുളിർമയുള്ളതാണ്. ഉള്ള വസ്ത്രം ധരിക്കാൻ കഴിയോ? നല്ല വസ്ത്രം തേച്ചു പിടിച്ച് അങ്ങനെ തന്നെ നടക്കണം, അത് നല്ല കാര്യ. മുഹമ്മദുർ റസൂലുള്ളാഹ്. അതൊരു ഫാഷന്റെ രൂപമായി പോകരുത് മാത്രം. ഒരു ഫാഷന്റെ കോലത്തിലെ, ഒരു ഫാഷന്റെ രൂപത്തിൽ എന്നൊക്കെ പറഞ്ഞ, ഇപ്പൊ നോക്കി നിങ്ങൾ, പണ്ടൊക്കെ ഈ മിസ്കിമാര് ഇല്ലേ,
മീൻസ് ഈ പാവങ്ങളൊക്കെ ആയിരുന്നേ ഈ ചുളിഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ചിടക്ക. അവർക്ക് തേക്കാൾ സ്ഥിരപ്പെട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അള്ളാഹു താല ഇപ്പൊ കുറെ മുതലാളിമാർക്ക് കൊടുത്തു. മുതലാളിമാരെ കൊണ്ട് ചുളിഞ്ഞ കുപ്പായെ വേറെ പേര് എന്തൊരു പേരുണ്ടല്ല, 1 മീറ്ററിന് 2,000 റുപ്യക്കാണ് എന്തോ ഒന്നുണ്ട്. നിങ്ങൾ മുണ്ടണില്ല, നിങ്ങൾക്ക് അറിയക്കാരത്, എനിക്ക് പേര് ഓർമ്മല്ല. അങ്ങനെ നോക്കി ധരിച്ച അന്തരങ്ങൾ ഇരുന്നാലും ചുളി അല്ലെങ്കിലും ചുളി, ആകെ ചുളിഞ്ഞിട്ടാ. അള്ളാഹു താല മുതലാളിമാരെ കൊണ്ട് സാധുക്കളൊന്ന് ഓർമ്മിപ്പിക്കാനതേ. ഇടി ചുളിഞ്ഞ വസ്ത്രമൊക്കെ പണ്ട് ആരാ ധരിച്ചത്? അതൊക്കെ സാധുക്കൾ നിങ്ങൾ പഠിക്കിയത്. അപ്പോ അതൊരു വലിയ ഫാഷൻ. എന്നിട്ട് ഇല്ലാത്തോളോ ഇപ്പൊ അടുത്ത ഒരുത്തണ്ട് അവനക്ക് ഒന്നിനും മീൻ വാങ്ങാൻ പൈസ അല്ല, സാധു പച്ച സാധു. അപ്പൊ അവണ്ട് വലിയത്. അപ്പൊ എന്താ ചില്ലെങ്കിൽ ബലടി കൂടെ നടക്കാൻ പറ്റൂല. ഞാനും വാങ്ങി 2 മീറ്റർ. ഇവൻ ഒരു രസികനാണ് ഇവന്, നല്ല തമാശ. അല്ലെങ്കിൽ പറ്റൂല, പിന്നോട് പറയാ പറ്റൂല ഹബീബേ, ഞാനപ്പം എന്താന്ന് അറിയാം, ഇപ്പൊ മുതലാളിയാണ് ഞാൻ, എനിക്ക് മീൻ വാങ്ങാൻ പൈസ അല്ലാന്ന് അറിയാം. എന്നാലും ഈ കുപ്പായിട്ട പൊത്തിന് പിന്നെ എല്ലാരും എന്നെ കണ്ടപ്പോൾ ഒരു ബഹുമാനം, ഒരു ആള് കുറച്ചുള്ളവനാണ്. അപ്പൊ അങ്ങനെ വിചാരിക്കട്ടെ എന്ന് ഞാനും കരുതി. ഇയാൾ വലിയ രസികനാ, ഇപ്പം വല്ലാത്ത രസികനാ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളത് ഞാനൊക്കെ അതൊക്കെ സംഘടിപ്പിച്ച് എനിക്ക് പറ്റിയ തുണി കിട്ടണം. തുണി കിട്ടിയിട്ടില്ല, ഇനി തുണിയും കൂടി ഒന്ന് കിട്ടണം. അവപ്പ അതിന്റെ കരക്കില്ല, ഒരു തമാശയായിട്ട് പറയണം അവന്. അപ്പൊ ഞാൻ ഏതാനാവട്ടെ, നല്ല വസ്ത്രേ, അതൊന്നൊരു കിബിറല്ല. നല്ല വസ്ത്രം ധരിക്കുക, ഉണ്ടെങ്കിൽ ഉള്ളതനുസരിച്ച്. ഇല്ലാത്തവനപ്പടിക്ക് വല്ലാതെ നിൽക്കും ചെയ്യരുത്. ഒരു മുതലാളിന്റെ വീട്ടിൽ 3 ദിവസം കല്യാണമുണ്ട്. ഇത് 10 ദിവസക്ക് ഗതിയില്ല. ഉള്ളതന്നെ കാണുന്ന ആളുകളോടും പള്ളിന്നും എല്ലായിടത്തുനിന്ന് പിരിച്ചിട്ട് 5 പവൻ ഉണ്ടാക്കിയിട്ട് കല്യാണം നടത്തുക. എന്നിട്ട് ഇയാളും അതേപോലെ 3 ദിവസം കല്യാണം. അള്ള ബുഡൈ പടപ്പിനെ. അതൊക്കെ വലിയ പ്രശ്നമാണ്. 3 ദിവസം. കാരണം മോശല്ലേ. എന്ത് മോശന്ന്? ഉള്ളവരുള്ളവരെ പോലെ ആക്കട്ടെ, ഇല്ലാത്ത രൂപത്തിലാവണ്ടേ. അതൊക്കെ വേറെ കോലാണ്. അപ്പൊ ഏതായാവട്ടെ ഞാൻ പറഞ്ഞു വരുന്നതേ, യാ റസൂലല്ലാഹ്, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞ കുറച്ച് ഓവറായിട്ടായ, ഒരു മോശമായി തോന്നിയ. കടം വാങ്ങിച്ചടത്തിന് ഈ പറയണതെന്ന് ഒന്നുമില്ല. എന്നിട്ട് ഇന്ന് നാളെ കല്യാണം, ഇന്ന് രാത്രി പൊരിഞ്ഞ കല്യാണം. എന്നിട്ട് ഇന്ന് വരുന്നവരൊക്കെ നാളെയും പേര് വിളിക്കും, നാളെ അവരെന്നെ വരുന്നത്. കടം വാങ്ങിയിട്ട് നടത്തുകയാണ്. വല്ലാത്ത കടം. ഉള്ളവരുള്ളത് പോലെ ചെയ്യട്ടെ. കടം വാങ്ങിയിട്ട് ചെയ്യുമ്പോ എന്റെ സഹോദരങ്ങളെ പിടയേണ്ടി വരും. അത് റസൂല പഠിപ്പിച്ചിട്ടില്ല. ആ നിലക്കൊരു കല്യാണം നടത്തല് പിടയേണ്ടി വരും. അല്ലാഹു തആല കാക്കട്ടെ, അല്ലാഹു തആല കാക്കട്ടെ. അപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയേ, ധാരാളം വസ്ത്രമുണ്ടോ, ധാരാളം ഭക്ഷണം കഴിക്കാനുള്ള മാർഗങ്ങളുമുണ്ടോ, വലിയ കൊട്ടാരം പോലെയുള്ള വീടുമുണ്ട്, അവർക്ക് രക്ഷയില്ലയോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സിദ്ദീഖേ, ഒരു മനുഷ്യന് എത്ര വസ്ത്രമുണ്ട് എങ്കിലും, എത്ര നല്ല വീടെടുക്കാനുള്ള തൗഫീഖ് ഉണ്ട് എങ്കിലും, അത് ഇസ്ലാമിൽ കുഴപ്പമില്ല, അല്ലാഹുവിന്റെ അരികിൽ കുഴപ്പമില്ല. പക്ഷേ അത് മുഴുവനും അല്ലാഹു ചോദിക്കും. സിദ്ദീഖേ, ഒരു ലൈറ്റിനെ കുറിച്ച്, ഫാനിനെ കുറിച്ച് എന്തൊക്കെയുണ്ടോ, 72 കോടി മുടക്കിയിട്ട് കണ്ണൂർ ജില്ലയിൽ ഒരു കൊട്ടാരം പണിയില്ലയോ? വലിയൊരു വീടെടുത്തത് നിങ്ങളൊക്കെ കേട്ടില്ലേ? 72 കോടിയാണ്. ഞാനത് പെടുത്താതിരിക്കുകയല്ല. 72 കോടി മുടക്കിയിട്ടൊരു വീടെടുത്തു. എന്നിട്ട് ആ വീട്ടില് ബാക്കി ഞാൻ പറയണ്ട. 72 കോടി മുടക്കിയിട്ട് ഒരു വീടുദ്ഘാടനം 2-3 മാസം മുമ്പ് കഴിഞ്ഞു. 72 കോടി 22 അല്ലട്ടാജിയരെ, 72 കോടിയാ. എന്താണെന്ന് ഇപ്പൊ തൃശ്ശൂരെ കല്യാണം നടന്നു. 30 കോടി. 30 കോടി നമ്മുടെ ജാതിയാണ്. അല്ലാഹു തആല പൊരിച്ചാല കോലം നോക്കി നിങ്ങള്. നിഅമത്ത് വരെ ചെയ്തോട്ടെ, പക്ഷെ ഓരോന്നുള്ള ചോദിക്കും. ഒരാളുണ്ട് ഭക്ഷണ ഹാളിലേക്കാണ് കടന്ന 2000 റുപ്യ. തിന്നാലും കുഴപ്പമില്ല, തിന്നില്ലേലും കുഴപ്പമില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ഭക്ഷണ ഹാളിലേക്ക് കടന്ന ഒരാളെ കാലങ്ങ് ചവിട്ടി അങ്ങനെ 1, 2, 3 ഇങ്ങനെ കാണാം. 2000 റുപ്യ ഒരാൾക്ക്. അങ്ങനത്തെ ഒരു 5000 ആളെ കൂട്ടിക്കോളി, അപ്പൊ എത്ര ആയിരമായി? 2000 റുപ്യ ഒരാൾ അങ്ങ് കടന്നാല് ഉണ്ട്. പക്ഷേ അപ്പുറത്ത് പാവങ്ങളുണ്ട്, അപ്പുറത്തുണ്ട്. എന്റെ മോള്, എന്റെ പൊന്നുമോൾ
അവളെ ഞാൻ പ്രസവിച്ചിട്ട് അവൾക്ക് ഇന്ന് 30 വയസ്സായി, ഇതുവരെ ഒരു മോതിരം അവൾ ധരിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു കുടുംബം തൊട്ടപ്പുറത്തുണ്ട്. അതും കൂടെ ഇയാൾ കണ്ടാൽ അൽഹംദുലില്ലാഹ് മറുപടി പറയാൻ കഴിയും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നടത്തരുത് എന്നോ അല്ലെങ്കിൽ കല്യാണം വിപുലമാക്കരുത് എന്നോ അല്ലെങ്കിൽ വലിയ വീടെടുക്കരുത് എന്നോ എന്ന രൂപത്തിലല്ല. റസൂലുള്ള പറയുന്നു എത്ര ഉണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ലോകത്തിനെ കുറിച്ചും അല്ലാഹു ചോദിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, അല്ലാഹു തആല നമുക്ക് ചെയ്ത മുഴുവൻ നിഅമത്തുകളും ഞാൻ ഇപ്പൊ ഈ പറഞ്ഞു വന്നത്, നമുക്ക് ചെയ്ത അല്ലാഹു എന്തു തന്നോ ആ നിഅമത്തുകളിൽ ഒന്നുപോലും ആ 3 പെട്ടിട്ടുണ്ട്. ചോദ്യം ഇല്ലാത്ത 3 ഇല്ല, എല്ലാം ചോദിക്കും. ഈ എഴുന്നേറ്റ് നിൽക്കുന്ന ഞാൻ എന്നെ വിടിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എന്നെ കുറിച്ച് അല്ലാഹു ചോദിക്കും. എനിക്ക് വസ്ത്രങ്ങളുണ്ട്, എനിക്ക് ഭക്ഷണം കഴിക്കാൻ സംവിധാനമുണ്ട്, എനിക്ക് വീട് അല്ലാഹു തന്നിട്ടുണ്ട്. പക്ഷേ എല്ലാം ചോദിക്കപ്പെടുന്നതാണ്. ഈ മുസ്ലിയാരോട് ചോദിക്കും, ഞാനിതൊക്കെ വഴി കണ്ടെത്തണം എന്നതുപോലെ തന്നെ നമ്മൾ അല്ലാഹു തആല നമ്മുടെ ഹിസാബ് എളുപ്പമാക്കി തരുമാറാവട്ടെ. അല്ലാഹു എളുപ്പമാക്കി തരുമാറാവട്ടെ. എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, എനിക്കോ ആ നിഅമത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നിഅമത്താണ് അൽഹംദുലില്ലാഹ് നിഅമൽ ഇലാഹി അലൽ ഇബാദി കസീറത്തുൽ വഅജല്ലുഹുന്ന ജബത്തുൽ ഔലാദി. അല്ലാഹു തആല നമുക്ക് ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും വലിയൊരു അമലാണ്, നിഅമത്താണ് നിഅമൽ ഇലാഹി അലൽ ഇബാദി കസീറത്തുൽ വഅജല്ലുഹുന്ന ജബത്തുൽ ഔലാദി. അല്ലാഹു തആല നമുക്ക് ചെയ്ത നിഅമത്തുകളിൽ ഏറ്റവും വലിയ നമ്മുടെ പൊന്നുമക്കൾ അല്ലാഹു സ്വർഗ്ഗത്തിൽ കാണാൻ ഭാഗ്യം നൽകട്ടെ. ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല. അവൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഏറ്റവും വലിയ മുത്തുകളാ നമ്മുടെ പൊന്നുമക്കൾ. കണ്ണു കുടിച്ചിട്ടെ പട്ടിയുടെ മൂത്രം ഇങ്ങനെ കുടിക്കുന്ന ഒരു മോനെ കണ്ടാൽ എന്തിനു പറ്റും നമ്മെ? 7 വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത പുത്തനത്താണിയിലെ ഇന്ന ഹാജിയുടെ മകനാണെന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട ഹാജിയാരെ, നമ്മെ എന്തിനു പറ്റും? അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. നേരെ മറിച്ച് ഈ കാണുന്ന പള്ളിയിൽ ഒരു സാധുവായ മനുഷ്യൻ 10-30 കൊല്ലം കഷ്ടപ്പെട്ടിട്ട് ഗൾഫിൽ പോയി വന്ന് ഇപ്പോ 100 കൂട്ട രോഗങ്ങളുമായിരിക്കാം. ഈ പള്ളിയിൽ വന്നു 1-ാം സഫിന്റെ മൂലയിൽ ഇരുന്നിട്ട് അയാളെ മകന് 10-25 വയസ്സായിട്ടുണ്ട്. പച്ച മലയാളത്തില്, പടച്ചവനെ എന്റെ ഉപ്പാന്റെ കാലിന് സുഖമില്ല, നടക്കാൻ വയ്യ, എന്റെ ഉപ്പ കഷ്ടപ്പെട്ടിട്ടാ ഞങ്ങൾക്ക് ഈ വടിയൊക്കെ ഉണ്ടാക്കി തന്നത്, ഞങ്ങളുടെ ഉപ്പാന്റെ കാലുവേദന മാറ്റിക്കൊടുക്കണേ അല്ലാ. പച്ച മലയാളത്തില് ഒരു മോൻ ഇങ്ങനെ ദുആ ചെയ്യുമ്പോ എന്റെ മോൻ എന്താണ് ഇങ്ങനെ കരഞ്ഞു ദുആ ചെയ്യുന്നത്? അടുത്ത് വന്നിങ്ങനെ നോക്കുന്നത് ഒരു ഉപ്പ മകന്റെ ബേക്കിൽ നിന്ന് കേൾക്കുക, ഇവൻ എന്താ ദുആ വീക്ഷിക്കുകയാണ്. അപ്പൊ മകന്റെ ദുആ, എന്റെ ഉപ്പാക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, എന്റെ ഉപ്പ 10-30 കൊല്ലം ഗൾഫ് നാടുകൾ പോയി കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തിയ ഉപ്പയാണെന്ന് ഉപ്പാക്ക് തീരെ വയ്യ, പടച്ചവനെ നടക്കാൻ കഴിയുന്നില്ല, ഞങ്ങളുടെ ഉപ്പാക്ക് നടക്കാനുള്ള ആരോഗ്യം കൊടുക്കണേ എന്ന് ഉപ്പാ കഅബ കണ്ട ഹാജിമാരെ, നമ്മുടെ പൊന്നുമോനെങ്ങാനും അത് ദുആ ഇനി ഞാൻ നിർത്തിയാണ്. അല്ലാഹു തആല നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, നല്ല ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു തആല കൊടുക്കട്ടെ. അല്ലാഹു നമുക്ക് ഒരുപാട് കാലം നേതൃത്വം നൽകാൻ തങ്ങൾ ഉസ്താദിന് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരെ, ഞാൻ ഇവിടെ ഈ പറഞ്ഞു വന്നത് അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾ അത് ചോദ്യം ചെയ്യപ്പെടും. മൂന്നാമത്തൊന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചത് അല്ലാഹു ഈ പരിസരക്കാർക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. ഞാൻ പറയണ്ടല്ല, ഈ മഹത്തായ മജ്ലിസ് അല്ലാഹു നമുക്ക് ചെയ്ത വല്ലാത്തൊരു അനുഗ്രഹം. അല്ലാഹു ഇതിലൂടെയായി ഒരു പടി നന്മകൾ ഉണ്ടാക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഒരുപാട് സാധുക്കള് ഇതുകൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാൻ കേട്ടുകേൾവിയല്ല, ഞാൻ ഇത് അനുഭവിച്ചറിയുന്ന ഒരുത്തനാണ്. ഞാനടക്കം ഇതിൽ പങ്കാളിയാണ്. അപ്പോ ഞാൻ കഴിഞ്ഞ മാസം നിങ്ങളോട് സൂചിപ്പിച്ചത് ഞാനിതിൽ പങ്കാളിയാ. അപ്പൊ ഒരു പടി ആളുകൾ ഈ മജ്ലിസ് കൊണ്ട്
കണ്ണീരൊടുക്കിയിരുന്ന കുടുംബങ്ങൾക്ക് ഇതൊരു മൽജ ആയിട്ടുണ്ട്. ഒരുപാട് പാവങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. രോഗികൾക്ക് സന്തോഷം. ഇവിടെയും ഗൾഫ് നാടുകൾ, ഇപ്പോ ഗൾഫ് നാടുകൾ നമ്മുടെ ക്ലാസ് റൂമിലൂടെ ഈ മഹത്തായ മജ്‌ലിസ് വീക്ഷിക്കുന്ന ധാരാളം മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ. അല്ലാഹു അവർക്കൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ. നോക്ക് നിങ്ങള്, ഈ മഹത്തായ സദസ്സിലൂടെ ഞാൻ തങ്ങൾ ഉസ്താദിന് ചോദിച്ചു, ഒരു 10-70-80 മുതഅല്ലിമീങ്ങൾ ഇവിടെ ഉണ്ടല്ല, ഒരു സാധാരണ ദർസല്ല ഇവിടെ നടക്കുന്നത് ഉസ്താദിന്റെ നേതൃത്വത്തില്. അപ്പൊ ഒക്കെ വീട്ടാൽ കൂടെ അല്ല ഭക്ഷണം ചോദിച്ചു. അപ്പൊ എല്ലാ മക്കൾക്കും ഈ മജ്‌ലിസ് എങ്ങനെയാണ്, ഞാൻ എത്രയോ വർഷം ഇപ്പൊ ഇവിടെ വരുന്നത്, ഞാൻ അതുപോലത്തെ ഇതിന്റെ വാർഷികത്തിലും അല്ലാത്ത സമയത്ത് ഈ പള്ളിയിൽ ഞാൻ കുറെ വേദനിട്ടുണ്ട്. എന്റെ ഓർമ്മയിൽ കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു വലിയ പിരിവും കാര്യം നടക്കുമെന്ന് ഞാൻ കണ്ടിട്ടില്ല, ഒരു പിരിവും കാര്യമൊക്കെ. പക്ഷേ അൽഹംദുലില്ലാഹ് ഇവിടെ നടക്കുന്ന അതൊരു ജീവിച്ചിരിക്കുന്ന കറാമത്തല്ലേ. ഈ കണ്ട മുതഅല്ലിമീങ്ങൾക്കൊക്കെ ഭക്ഷണം ഇവിടെ ഒരു ക്യാൻറ്റീനിലെ ഒരു 50 കുട്ടികൾക്ക് ഒരു മാസത്തെ ഭക്ഷണങ്ങൾ കൊടുത്താൽ അതിന്റെ അവസ്ഥ എന്താണെന്ന് പറയാ. 50 കുട്ടികൾ കൊടുക്കാൻ ഇത് 10-80 മക്കള്, ആ മക്കൾക്കുള്ള ഭക്ഷണം. അതുപോലെ തന്നെ എല്ലാ മാസം 50, 60, 70 ആടുകൾ അറുത്തുകൊണ്ട് നേർച്ച ഭക്ഷണം ഇവിടെ കൊടുക്കുന്നു. ഈ വരുന്നത് മുഴുവനും കാശ് കൊടുത്തു വാങ്ങല്ല, ഒറ്റ ആടിനെ ഇവിടുന്ന് കാശ് കൊടുത്തു വാങ്ങിയിട്ടല്ല, എല്ലാം അതിൻ്റെതായ ഫലം കിട്ടിയിട്ട് ഈ മജ്‌ലിസിലേക്ക് നേർച്ച വരികയാണ്. അല്ലാഹു തആല ഈ മജ്‌ലിസ് നല്ല ബർക്കത്തുള്ള നിലനിർത്തുമാറാവട്ടെ. ഈ നാട്ടിനും നാട്ടുകാർക്കും അല്ലാഹു നല്ല ബർക്കത്ത് കൊടുക്കട്ടെ. ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങളും ഇവിടുത്തെ ഉമറാക്കൾക്കൊക്കെ അല്ലാഹു നല്ല ഇസ്സത്തും ബർക്കത്തും കൊടുക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ അത്താണിയ റസൂലുള്ളാഹിന്റെ പേരക്കിടാവും അതും മുവഫഖായ നബി തങ്ങളുടെ പേരക്കുട്ടിയുമാകുമ്പോ നെഞ്ചിലേറ്റുക. നമുക്ക് നമ്മുടെ ഭാവിക്ക് നമുക്ക് ഉപകരിക്കുമെന്ന് ഞാൻ ഈ സമയം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അസ്സലാമു അലൈക്കും.